സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, 113ാമത് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഭാഗമായി കുറച്ച് സമയം ഇന്നേ ദിവസം വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളത്. എന്നിരുന്നാലും അതിലുള്ള സന്തോഷം ആദ്യം തന്നെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇന്നൊരു വിഷയം വെച്ചിട്ടുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അത്ര അങ്ങോട്ട് ആ വിഷയത്തിൽ പ്രിപ്പയർഡൊന്നുമല്ല, ഇന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിലും ആ വിഷയം ഹിന്ദുമതത്തിലെ ആചരണങ്ങളും അതുപോലെ തന്നെ പുത്തൻ ജീവിതശൈലിയും എന്നതാണ് വിഷയം വെച്ചിട്ടുള്ളത്. ഹിന്ദുമതത്തിലെ ആചരണം, ഹൈന്ദവ ധർമ്മത്തിലെ സനാതന ധർമ്മത്തിലെ ആചരണം എന്ന് പറയുമ്പോൾ ആചരണങ്ങളിൽ കൂടിയാണ് വാസ്തവത്തിൽ ഹിന്ദുധർമ്മത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ ആചരണങ്ങളാവട്ടെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് യാതൊന്നും തന്നെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാരതത്തിൻ്റെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള എല്ലാ പാഠങ്ങളും. ജീവിതം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു മാനം മാത്രമല്ല അതിനുള്ളത് എന്നത് ഋഷിവര്യന്മാര് അല്ലെങ്കിൽ നമ്മുടെ പൂർവികര് വളരെ വേഗത്തിൽ തന്നെ, വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഭൗതികമായ മാനത്തിനപ്പുറത്ത് ജീവിതത്തിന് ചില മാനങ്ങൾ കൂടിയുണ്ട് എന്നത്. അതുകൊണ്ടാണ് അവര് ജീവിതത്തിന് ധർമ്മത്തിൻ്റെ, ധാർമ്മികതയുടെ ഒരു മാനം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയുടെ ഒരു മാനം, അതുപോലെ തന്നെ മോക്ഷത്തിനുള്ള ഒരു മാനം എന്ന രീതിയിലൊക്കെ ഇതിനെ പലതരത്തിൽ നമ്മുടെ മുമ്പിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കേവലം സ്വർഗപ്രാപ്തി എന്ന നിലയിൽ മാത്രം ഒതുക്കിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മതവ്യവസ്ഥയെ, ധർമ്മവ്യവസ്ഥയെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തന്നു. മറ്റ് സെമിറ്റിക് മതങ്ങളൊക്കെ സ്വർഗം, നരകം എന്നുള്ള കൺസെപ്റ്റിൽ കൂടിയൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സ്വർഗം, നരകം എന്ന് പറയുന്നതിനെ കേവലം ഒരു അല്പസംഗതിയായിട്ട് മാത്രമേ നമ്മുടെ പുരാണാദികളിൽ ആചാര്യന്മാർ പറയുന്നുള്ളൂ. വളരെ ചെറിയൊരു സംഗതി. ഇവിടെ നല്ല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ പുണ്യലോകത്തെ പ്രാപിക്കാം. അതിന് വലിയ ഗൗരവമൊന്നുമില്ല. പുണ്യം ക്ഷയിക്കുമ്പോൾ പിന്നെയും ഒന്ന് ജനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിന് നിത്യതയായിട്ടൊന്നും പറയുന്നില്ല. നിത്യമായതല്ല, അത് താൽക്കാലിക ഒരു സാധാരണ ജനനം മരണം പോലെ ഒരു പ്രക്രിയ മാത്രമായിട്ടാണ് പുണ്യലോകങ്ങളെ പ്രാപിക്കൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥിതി തന്നെയാണ് ഈ നരകാദികളുടേത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ശാശ്വത നില ഒന്നിടത്തും സ്വർഗം നേടാൻ വേണ്ടിയിട്ട്, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ പേടിപ്പിക്കുകയോ മോഹിപ്പിക്കുകയോ ഒന്നും നമ്മുടെ ആചാര്യന്മാർ ചെയ്യുന്നില്ല. അതിന് പകരം അവർ നമ്മുടെ ജീവിതവുമായിട്ട്, സമഗ്രമായ ജീവിതവുമായിട്ട് അതിനെ അങ്ങ് ബന്ധപ്പെടുത്തി, ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയണം. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടാവണം. സന്തോഷമാണ് മുഖ്യം. എല്ലാവർക്കും സന്തോഷമുണ്ടാവണം. അപ്പൊ അതിന് ഉതകും പണം ഈ പറയുന്ന സ്വർഗ നരകാദികളെ ആദ്യം തന്നെ ഒന്ന് നിർവഹിച്ചു വെച്ചു. ഋഗ്വേദത്തില് ആ കോണ്ടക്സ്റ്റ് വരുന്നത് സ്വർഗം എന്നൊരു സ്ഥലമില്ല, സുഖവിശേഷമാണ് സ്വർഗം എന്ന് പറയുന്നിടത്താണ്. സ്വർഗം എന്നൊരു സ്ഥലമില്ല, സുഖവിശേഷമാണ് സ്വർഗം. When the surroundings become favorable to me, I become happy and that is heaven. എപ്പോൾ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്നു, അതെനിക്ക് സുഖത്തെ നൽകുന്നു. ആ സുഖം തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. And when the surroundings become unfavorable to me,
ഐ ബിക്കം സാഡ് ആൻഡ് ദാറ്റ് ഈസ് ഹെൽ. എപ്പോൾ സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായിട്ട് ഭവിക്കുന്നു, അപ്പോൾ അതെനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ആ ദുഃഖമാണ് നരകം. ഇതാണ് ഭാരതം വേദങ്ങളിൽ കൂടി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള സ്വർഗ നരക സങ്കല്പം. പക്ഷെ ഇവിടെ വലിയൊരു ഉത്തരവാദിത്വം, ഇവിടെയാണ് നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഉത്തരവാദിത്വം, പുതുജീവൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് മേക്ക് യുവർ സറൗണ്ടിങ്സ് ഫേവറബിൾ എന്ന ഉത്തരവാദിത്വം. സാഹചര്യങ്ങൾ പ്രതികൂലമായി പോകാതെ അനുകൂലമാക്കി ഭദ്രതയോടുകൂടി സംരക്ഷിക്കുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് പറയുന്നു. സാഹചര്യങ്ങൾ അല്പം പോലും പ്രതികൂലമായി പോവാതെ അനുകൂലമാക്കി ഭദ്രതയോടുകൂടി സംരക്ഷിക്കാം. മേക്ക് യുവർ സറൗണ്ടിങ്സ് ഫേവറബിൾ. കാരണം ആ സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ നമുക്ക് സ്വർഗസുഖത്തെ അനുഭവിക്കാൻ കഴിയുന്നത്, ഇവിടം സ്വർഗീയമാക്കി മാറ്റാൻ കഴിയുക. അപ്പൊ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തിനപ്പുറത്ത് വേറൊരു ലോകം എന്ന നിലയിലുള്ള സ്വർഗം അതിനെയല്ല നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കുക എന്ന പ്രക്രിയയിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കേണ്ട, ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട് സ്വർഗത്തെ പഠിപ്പിച്ചു. ചിന്തിക്കുക, മതത്തിന്റെ വലിയ ഒരു മാനമാണത്. അതുകൊണ്ട് തന്നെ മോഹിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ഉള്ള ഒരു വ്യവസ്ഥ ഹൈന്ദവ ധർമ്മത്തിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഊന്നൽ നൽകി ഈ മതത്തിന്റെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് കുറെ പുരുഷാർത്ഥങ്ങൾ എന്ന നിലയിൽ ആദ്യം പറയുന്നുണ്ട്. പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം. എന്തേ മതത്തിന്റെ ഇതിൽ പറയുമ്പോൾ ഭൗതികമായതെല്ലാം കൂടെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു മാനമല്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കാമത്തെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവിടെ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും, ധർമ്മത്തെ അനുസന്ധാനം ചെയ്ത് നീ നന്നായിട്ട് അർത്ഥമുണ്ടാക്കണം, നന്നായിട്ട് ധനമുണ്ടാക്കണം. ധനമുണ്ടാക്കുന്നതിന് നിനക്ക് അല്പം പോലും മൗഢ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. ധനം നന്നായിട്ടുണ്ടാക്കണം, പക്ഷേ അത് ധർമ്മത്തെ മുൻനിർത്തിയായിരിക്കണം. ധാർമ്മികമായി മാത്രമേ നീ ധനത്തെ ഉണ്ടാക്കാവൂ. ആ ധനത്തെ ഉപയോഗിച്ച് നീ നിന്റെ എല്ലാ കാമനകളെയും നേടിയെടുക്കുക. നോക്കുക, എല്ലാ ആഗ്രഹങ്ങളും, നീ ഗതികെട്ടവനായിട്ട് ജീവിക്കേണ്ടവനല്ല, നീ ഗതികെട്ടവനായിട്ട് ജീവിക്കേണ്ടവനല്ല എന്നുള്ള, അത് ഭൗതികമായ മാനത്തെ നോക്കിക്കൊണ്ടാണ്, ഭൗതികമായ വ്യവസ്ഥയെ നോക്കിക്കൊണ്ട് നീ ധനത്തിന്റെ വ്യവസ്ഥയിൽ നീ ഭദ്രതയുള്ളവനാണെങ്കിൽ മാത്രമേ നിന്റെ കാമവ്യവസ്ഥയെ നിനക്ക് ഭദ്രമാക്കാൻ കഴിയുകയുള്ളൂ. ആഗ്രഹങ്ങൾ, ഇച്ഛാശക്തിയാണ് കാമം. നിന്റെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് നിനക്ക് ക്ഷമതയുണ്ടാവണമെങ്കിൽ നിനക്ക് അർത്ഥമുണ്ടാവണം. അപ്പൊ ആ അർത്ഥം പക്ഷേ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നേടുന്നതാവണം. ഇത് ആദ്യത്തെ പാഠം ജീവിതത്തിലേക്ക്. അത് അടുത്തത് വരുന്നത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും നമ്മൾ ചിലതിനോടൊക്കെ കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആചരണങ്ങളെല്ലാം വിഭാവനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ആചരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല പല കടപ്പെടലുകളോടുകൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുഖ്യമായി യജുർവേദത്തിൽ വരുന്നു, ദേവതകൾ നമുക്കായിട്ട് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവതകൾ നമുക്കായിട്ട് യജ്ഞം ചെയ്തുകൊണ്ട്, അപ്പൊ ദേവതകൾ എന്ന് പറയുന്നതിനെ അവിടെ ദിവുധാതുവുമായിട്ട് ബന്ധപ്പെടുത്തി, ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെടുത്തി, ജ്വലിക്കുന്നതും പ്രകാശിക്കുന്നതുമായ എല്ലാ ലോകങ്ങളും, ദിലോകങ്ങൾ, അത് സൂര്യനുണ്ട്, നക്ഷത്രാദികളുണ്ട്, അഗ്നിയുണ്ട്, വായുമണ്ഡലമുണ്ട്, ജലമണ്ഡലമുണ്ട്, ഇതെല്ലാം ചേർന്നതാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഈ ദേവതകൾ മുഴുവനും ഭദ്രതയോടുകൂടിയിരിക്കണം. ആ ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഭദ്രതയോടുകൂടി ജീവിക്കാൻ കഴിയൂ. ഇതിനകത്തൊന്നും ഒരു യുക്തിയില്ലാത്തതെന്ന് പറയുന്നില്ല ആചാര്യന്മാർ. വളരെ കൃത്യതയോടുകൂടി നമ്മളെ എങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിക്കാം. ഉത്തരവാദിത്വം ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ അലസനായിട്ട് ജീവിക്കാം. വെറുതെ അലസനായിട്ട് യാരോടും യാതൊരു കടപ്പാടുമില്ലാതെ നമുക്ക് ജീവിക്കാം. പക്ഷേ അങ്ങനെ ഒരു ജീവിതത്തിനെ ആധ്യാത്മിക പക്ഷത്തിൽ നമ്മുടെ ആചാര്യന്മാര് അംഗീകരിക്കുന്നില്ല. ഇത് ഉത്തരവാദിത്വപൂർവം അത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം. അവിടെ പറഞ്ഞു, ദേവതകളുടെ യജ്ഞത്തിന്റെ ഫലമായിട്ട്, ആ ഫലമായിട്ടാണ് നമുക്ക് ജീവിക്കുവാൻ വേണ്ട മൂലകങ്ങൾ ഊർജം ലഭിക്കുന്നത്. എന്തെങ്കിലും അവിടെ വല്ല മോശപ്പെട്ടതായിട്ട് പറയുന്നുണ്ടോ? ദേവതകളുടെ യജ്ഞത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഊർജം ലഭിക്കുന്നു. മോഡേൺ ആധുനിക രീതിയിൽ പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും
നക്ഷത്രങ്ങളും ഒക്കെ കത്തിച്ചൊലിക്കുന്നതിന് ഫലമായിട്ട് അതിൽ നിന്ന് നമുക്ക് മൂലകങ്ങൾ കിട്ടുന്നു. അതിൽ നിന്നാണ് നമുക്ക് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ജീവന് മുഖ്യമായ എനർജി പോലെ കിട്ടുന്നത് അതിൽ നിന്നാണ്. ആ എനർജി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ ജീവൻ പോലും ഉണ്ടാവില്ല. അപ്പം വൈറ്റൽ ഫോഴ്സ് അടക്കം കിട്ടുന്നത് ഈ പറയുന്ന എനർജികളിൽ നിന്നാണ്. എല്ലാ മൂലകങ്ങളും, എല്ലാ ധാതുലവണങ്ങളും ഇതെല്ലാം സഞ്ചരിക്കുന്നത് ഈ രശ്മികളിൽ കൂടിയാണ്. പക്ഷേ ഗുണഭോക്താക്കൾ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം. എന്താണ്? ഈ യജ്ഞം ഇത് കത്തിജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് നമ്മുടെ ഋഷിവര്യന്മാര് യജ്ഞം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, നിശ്ചലമാകുന്നില്ല. ആ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനെ യജ്ഞം എന്ന സങ്കല്പത്തിൽ കൂടി പറഞ്ഞിട്ട് പറയുന്നു, ഈ യജ്ഞത്തിന്റെ ഫലമായിട്ട് ദേവതകൾക്ക് തങ്ങളുടെ ദ്രവ്യാംശം അല്പാൽപ്പം നഷ്ടമായി പോകുന്നു. ഈ സ്വാഭാവികമല്ലേ? നമ്മൾ അടുപ്പിൽ വിറക് വെച്ചാൽ കത്തിത്തീര് നമ്മുടെ അനുഭവമാണ്. അതിന് ദ്രവ്യാംശം ഇല്ലാതെയാവും, അവസാനം അത് ചാരം മാത്രമായിട്ട് മാറും. ഇത് ഋഷി നേരത്തെ തന്നെ മനസ്സിലാക്കി. ഭാരതം മുന്നോട്ട് വെച്ചു, ദേവതകളുടെ യജ്ഞത്തിന്റെ ഫലമായിട്ട് അതിന്റെ ദ്രവ്യാംശം ഇല്ലാതെയാവും. ഇല്ലാതെയായാൽ കാലക്രമേണ എന്താവും? അതില്ലാതെയാവും. ഇന്ന് നമ്മൾ തമോഗർത്തങ്ങൾ ഒരുപാട് നമ്മുടെ സ്പേസിൽ കാണുന്നുണ്ട്. തമോഗർത്തങ്ങൾ കത്തി എരിഞ്ഞ് തീർന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണ്. ഇതുപോലെ കത്തി എരിഞ്ഞ് തീർന്നതാണ്. സൂര്യനും വലിയ താമസം, ഒരു 10,000 5,000 10,000 വർഷത്തേക്കുള്ളത് ഈ രീതിയിൽ കത്തി ജ്വലിക്കുമെന്ന് പറയുന്നില്ല. അതിനപ്പുറം അത് കത്തി ജ്വലിച്ച് വലിയൊരു തമോഗർത്തമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ അന്വേഷണത്തിലാണ് ഒരാചരണ വ്യവസ്ഥ നമുക്ക് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയത് പൂർവ്വകാലത്ത് തന്നെ. നീ ദിനേന ഈ കുറവിനെ, ഈ ദേവതകളുടെ കുറവിനെ, ദ്രവ്യാംശത്തിലുള്ള കുറവിനെ പരിഹരിക്കുന്നതിനുള്ള യജ്ഞത്തെ ചെയ്ത് ജീവിക്കണം. ഇവിടെ അതിനെ പരിഹരിച്ചുകൊണ്ട് വേണം നീ ഇവിടെ ജീവിക്കാൻ. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. കേവലം ഒരു വ്യവസ്ഥയിൽ കൂടെ അല്ല, അത് നിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മതത്തിന്റെ ഒരു ആചരണ വ്യവസ്ഥയാണ്, മനസ്സിലാക്കുക. ഒരു ആചരണ വ്യവസ്ഥയായിട്ട് വെച്ചു. രാവിലെ 2 സന്ധികളിലും ദിനേന ചെയ്യണം. പ്രഭാതത്തിലെ സന്ധ്യ, പ്രദോഷത്തിലെ സന്ധ്യ, ഈ 2 സന്ധികളിലും ഇത് കൃത്യതയോടുകൂടി ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ യജ്ഞത്തിന്റെ ഫലം, ഈ യജ്ഞത്തിൽ ഉപയോഗിക്കുന്നതെല്ലാം ഔഷധങ്ങളാണ്, അല്ലാതെ കേവലം വിശ്വാസങ്ങളല്ല. മണ്ണോ ചെടിയോ എടുത്തല്ല അതിനകത്ത് ഇടുന്നത്, വല്ല മാംസമാണ് എടുത്തിടുന്നത്. മാംസമാണെന്നൊക്കെ വക്രിക്കാനും വക്രിപ്പിച്ച് പഠിപ്പിക്കാൻ കുറെ പേര് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജന്തുഹത്യയാണ് നടത്തിയിരുന്നത്, ജന്തു ബലിയാണ് നടത്തിയിരുന്നതൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, യാഗത്തിന് തടസ്സമുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനെ ചെന്ന് കാണാൻ ശ്രമിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആസുരപ്രകൃതികൾ, ദുഷ്ടമനുഷ്യർ, ദുഷ്ടതയുള്ള ഹൃദയത്തിൽ ദുഷ്ടത പേറുന്നവര് യജ്ഞത്തിൽ ഹോമാഗ്നിക്കകത്തേക്ക് മാംസവും രക്തവും എല്ലും കഷ്ണങ്ങളും ഒക്കെ കൊണ്ടുപോയിടുന്നു. ഇവിടെ ഇത് അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ തടസ്സമാവുക? ചിന്തിച്ചാൽ പോലെ. അപ്പൊ ഇത് മാറ്റിത്തരണം. അപ്പൊ അതിൽ നമ്മൾ വളരെ കൃത്യമായും വ്യക്തമാണ്, നമ്മുടെ യാഗാദികളിൽ ഒരിക്കലും അങ്ങനെയുള്ള ബലി ഉണ്ടായിരുന്നില്ല, ഒരു ബലിയും അങ്ങനെ നടത്തിയിരുന്നില്ല. അപ്പൊ ഈ ബലികളൊന്നും ചേർന്നായിരുന്നില്ല നമ്മുടെ യജ്ഞം. അതിന് മുഴുവനും ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇന്ന് ആയുർവേദ കടകളിൽ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളാണ്, ഔഷധങ്ങളാണ്. ജടാമാഞ്ചിയും അങ്ങനെയുള്ള ഔഷധങ്ങൾ മുഴുവൻ ഔഷധങ്ങളാണ്. 52 60ഓളം ഔഷധങ്ങളൊക്കെ ഈ ഒരു യജ്ഞത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ 60ഓളം ഈ ദ്രവ്യാദികൾ, അതും ശ്രദ്ധിക്കുക, എത്രത്തോളം ഇതിന്റെ പാരിസ്ഥിതികമായ ഒരു ഇമ്പാക്റ്റിനെ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു സുസ്ഥിതിയെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു അത് ചെയ്തിരുന്നതെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ചെയ്യുന്നവനെ ഋത്വിക് എന്നാണ് പറയുക. ഋത്വിക് എന്നാണ് പറയുക ഈ യജ്ഞം ചെയ്യുന്നവനെ. ഋത്വിക് എന്ന് പറഞ്ഞാൽ ഋതു അറിഞ്ഞ് കർമ്മം ചെയ്യുന്നവനാണ് ഋത്വിക്. ഋതു അറിഞ്ഞ്. കാരണം ഓരോ ഋതുവിനും ഓരോ സ്വഭാവമാണുള്ളത്. തണുപ്പ് സ്വഭാവമുള്ള ഋത്വിക്കില് തണുപ്പിനെ വർദ്ധിപ്പിക്കാനല്ല, തണുപ്പിനെ കുറച്ച് ശരീരത്തിന് ചൂടിനെ തരണം, ഇല്ലെങ്കിൽ കഫം വർദ്ധിക്കും. അപ്പൊ അതിനനുസരിച്ച് ഈ പറയുന്ന മരുന്നുകളിൽ വ്യത്യാസം വരുത്തും. നോക്കുക എത്ര ശാസ്ത്രീയമായിട്ടാണ്. മരുന്നുകളിൽ ഏറ്റക്കുറച്ചിൽ വരുത്തും. കഫം കൂടാനുള്ളതല്ല, കഫത്തെ കുറയ്ക്കാനും ചൂടൽപ്പം നൽകാനുമുള്ള മരുന്നുകൾ അതിലധികം ചേർക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോ ഋതുക്കൾക്കനുസരിച്ച് ഇത് മാറ്റും. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, കായ്കൾ പിടിക്കേണ്ട സമയത്ത് അതിനനുസരിച്ചുള്ള ദ്രവ്യങ്ങൾ ഇതിൽ ചേർക്കും.
ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന കർമ്മത്തിൽ ഇത് ഈ പറയുന്ന ദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ അഗ്നി അതിനെ വിഘടിപ്പിക്കും. ഇതിൽ എന്തെങ്കിലും ശങ്ക ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ വല്ലതും ഉണ്ടോ എന്ന് ചിന്തിക്കുക. അഗ്നി അതിനെ വിഘടിപ്പിക്കും. നമ്മൾ വിഘടിപ്പിക്കുന്ന കാണുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ അഗ്നിയുടെ മീതെ വെള്ളം ഒരു പാത്രത്തിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോകും. എന്താ സംഭവിച്ചത്? വിഘടിപ്പിക്കപ്പെട്ടു. അതിലെ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും വിഘടിപ്പിക്കപ്പെട്ടിട്ട് റിലീസായി, സ്വതന്ത്രമായി. അങ്ങനെ ആ വെള്ളം വറ്റിപ്പോകും, നീരാവിയായിട്ട് വറ്റിപ്പോകും. ഇതേ പ്രക്രിയ നമ്മൾ അഗ്നിയിലേക്ക് ഈ പറയുന്ന ദ്രവ്യങ്ങൾ ഇടുമ്പോൾ ഈ ദ്രവ്യത്തിൽ ഏതേത് മൂലകങ്ങളാണോ അടങ്ങിയിരിക്കുന്നത്, കണങ്ങളാണോ അടങ്ങിയിരിക്കുന്നത്, ആ മൂലകങ്ങൾ, കണങ്ങളൊക്കെ അതിൽ നിന്ന് സ്വതന്ത്രമാകും. സ്വതന്ത്രമായി ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയരും. ഇനി അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ ഇതെങ്ങനെ ചന്ദ്രനിലും സൂര്യനിലും നക്ഷത്രങ്ങളിലും എത്തും, അന്തരീക്ഷത്തിലെത്തും? ചോദ്യം ഉണ്ടാവില്ലേ? അതിലും ആധുനിക സയൻസിൽ നമ്മൾ ഉത്തരം പറയേണ്ട. അന്തരീക്ഷത്തിന്റെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 1500 കിലോമീറ്ററിലധികം വേഗതയിലാണ്. ഈ സെക്കൻഡിൽ തന്നെ ഈ അന്തരീക്ഷം മുഴുവൻ മാറിപ്പോയി, നമ്മൾ എവിടെയോ സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത് നിമിഷത്തിൽ തന്നെ എത്യോപ്യയുടെയും ഉഗാണ്ടയുടെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും സൂര്യന്റെയും ഒക്കെ ഭാഗമായിട്ട് തീരും. അപ്പൊ ഇത് എല്ലാ ഗ്രഹങ്ങളിലും ചെയ്തുള്ള ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക. എല്ലാ ഗ്രഹങ്ങളിലും ദിനേന 2 സന്ധികളിലും എന്നത് ബാധ്യതപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഋഷിവരന്മാർ പഠിപ്പിച്ചത്. ഇത് ചെയ്യാതെ ജീവിക്കുന്നതിൽ നമുക്ക് അവകാശമില്ല എന്ന രീതിയിൽ നോക്കുക. നമ്മുടെ മതം കേവലം വിശ്വാസത്തിൻ്റെതല്ല. ഹിന്ദുധർമ്മം ഉത്തരവാദിത്വത്തിന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവതകളുടെ ഭദ്രതയില്ലാതെ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്. ഒന്നുകൂടി ഇതിനെ കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഇവിടെ പരിസ്ഥിതിവാദം, പരിസ്ഥിതി പ്രവർത്തനം, പ്രകൃതി രക്ഷണമൊക്കെ പറയുന്നുണ്ട്. എന്താ അതിനകത്ത് പറയാനുള്ളത്? എന്താ പറയുന്നത്? മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം, വെള്ളമൊന്നും കളയരുത്. ഇതിനപ്പുറം എന്താ പറയാനുള്ളത്? എടാ, അതിനപ്പുറത്ത് പറയാനുള്ളതാണ് ഋഷി പറഞ്ഞത്. നീ യഥാർത്ഥത്തിൽ നീ പരിസ്ഥിതി സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നീ പ്രകൃതിയുടെ രക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നീ അതിന്റെ കുറവിനെ പരിഹരിച്ച് അതിനെ പോഷിപ്പിക്കുന്നതിന് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യണം. ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്താൽ ഇതിനെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അതിനെ പോഷിപ്പിക്കുന്ന നിലയിലേക്ക് പ്രപഞ്ചം ഉയരും. ഈ പ്രകൃതി എന്നേക്കും സനാതനമായിട്ട് നിൽക്കും. സനാതനമായ ഈ പ്രകൃതിയെ നമുക്ക് എന്നും നമ്മുടെ സമാജത്തിന് ഉപകാരിയായിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയും. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് കാവുകള്, കുളങ്ങള് എല്ലാം മെച്ചപ്പെടുത്തും നമുക്ക്. അതുകൊണ്ട് ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് കൊണ്ട് പാരിസ്ഥിതിക ആധ്യാത്മികത എന്നുള്ളൊരു ഒരു പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹിന്ദു മതത്തിൽ. പാരിസ്ഥിതിക ഒരു എക്കോ സ്പിരിച്വൽ റിലിജിയൻ എന്നൊരു പേരുണ്ട് നമുക്ക്. വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് പരിസ്ഥിതിയുടെ സമനില രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ഒരു കാവുണ്ടെങ്കിൽ ആ കാവിൻ്റെ ഏകദേശം 5 കിലോമീറ്ററോളം ആ ഭാഗത്ത് മുഴുവൻ ജലത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവും. നമ്മളാരും പറയുന്നില്ല, ഇപ്പം മോഡേൺ ആളുകൾക്ക് തന്നെ ഇത് സാധാരണ രീതിയിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒരു കാവ്, നല്ലൊരു കാവുണ്ടെങ്കിൽ 5 കിലോമീറ്ററോളം ദൂരം. പക്ഷേ ഇതിനെയൊക്കെ കേവലം വിശ്വാസത്തിൻ്റെയും അന്ധതയുടെയും ഒരു കാര്യമായിട്ട്, സങ്കേതമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു സമയത്ത് നമ്മളുടെ പുരോഗമനം, വിപ്ലവം എന്നൊക്കെയുള്ള പേരുകൾ താലോലിച്ചുകൊണ്ട് ഇതിനെ മുഴുവനും തകിടം മറിച്ച് നശിപ്പിക്കുന്നുള്ള പ്രവണത ഈ കേരള മണ്ണിൽ നടന്നു. നമ്മുടെ കാവുകൾ മുഴുവനും ഇളക്കി മറിച്ച് കളയുന്ന ഒരു പ്രവണത, നമ്മുടെ കുളങ്ങൾ മുഴുവൻ വെട്ടി മൂടിയിട്ട് കപ്പ നടണം എന്ന് പറയുന്ന ഒരു പ്രവണത കേരളത്തിൽ നടന്നു. ഇതിനകത്തൊന്നും ഒരു അന്ധതയുടെയും വിഷയമില്ല. ഇതൊക്കെ എല്ലാ മനുഷ്യരാശിക്കും, ജീവരാശിക്കും മുഴുവൻ ഭദ്രതയോടുകൂടി ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളായിട്ട് മാത്രമേ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് മോഡേൺ പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഒരു കാവ് ഇങ്ങനെ ഒരു പാരിസ്ഥിതികമായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റുകൾ തന്നെ, ഈ പറയുന്ന വിപ്ലവകാരികളുള്ള ഗവൺമെന്റുകൾ പോലും ഇന്നിപ്പോ കാവ് സംരക്ഷിക്കുന്നതിന് ഗ്രാന്റ് കൊടുക്കേണ്ട ദുർഗതിയിലേക്ക് എത്തി. മനസ്സിലാക്കുന്നത്
ഇതൊക്കെയാണ്. അപ്പൊ പാരിസ്ഥിതികമായി ഇവിടുത്തെ ജീവരാശികളെ എങ്ങനെ ഭദ്രതയോടുകൂടി രക്ഷിക്കാം? പിന്നെ ഇതിന്റെ ജീവരാശികളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? യാതൊരു തരത്തിലും അന്യത്വത്തിന്റെ ഭാവന വരാത്ത വണ്ണം. അതുകൊണ്ട് ആ അന്യത്വത്തിന്റെ ഭാവന വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളോടൊക്കെ ചേർന്ന്, നമ്മുടെ എല്ലാ ദേവീദേവന്മാരോടും ചേർന്ന് ഒരു 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 വൃക്ഷത്തെയോ ഒരു പക്ഷിയെയോ ഒരു മൃഗത്തെയോ വെച്ചിട്ടുണ്ട്. എന്താണ്? അതൊക്കെയും സമഗ്രമായി ഒന്നിച്ചുള്ളതാണ്. ഇതൊന്നും തമ്മിൽ വേറിട്ടതല്ല. ഇതെല്ലാം സമഗ്രമായി സമരസതയോടുകൂടി പരസ്പരം പൂരിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. ഈ ലൗകിക ജീവിതം എന്ന വലിയ മാനമാണ്, അർത്ഥതലമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അർത്ഥതലം ചെറിയൊരു സങ്കേതമല്ല ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം. ആധുനികമായ ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പഠിക്കേണ്ട പാഠം എങ്ങനെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കാം. ആ സഹവർത്തിത്വത്തിന് നമുക്ക് വിദ്യാഭ്യാസ പദ്ധതി വേണം, വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ല വിദ്യ നേടണം, അറിവ് നേടണം. ആ വിദ്യ വാസ്തവത്തിൽ വിദ്യ നേടിയിട്ടുള്ള ഒരു വ്യവസ്ഥ, ഒരു സാമാജിക വ്യവസ്ഥ കൂടി നമ്മുടെ മുമ്പിൽ ആചാര്യമായി വെച്ചിരുന്നു. വിദ്യ കൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തിന്റെ സുസ്ഥിതി സജ്ജമാക്കാം. നമ്മുടെ സമാജത്തിൽ ഓരോ പല പല ആറ്റിറ്റ്യൂഡുകളുള്ളവരുണ്ട്, പല സ്വഭാവങ്ങൾ ഗുണങ്ങളുള്ളവരുണ്ട്. ഈ വ്യത്യസ്ത ഗുണങ്ങളുള്ളവരെ എങ്ങനെ പരസ്പരം പൂരിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കാം, അതിനുള്ള മാനമായിട്ടാണ് വാസ്തവത്തിൽ ചാതുർവർണ്ണ്യം പോലുള്ള സാധനം പോലും വെച്ചിരുന്നത്. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതി പോലും അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, ഒരു സോഷ്യൽ സെറ്റപ്പ് എന്ന നിലയിൽ. കാരണം എല്ലാം ഓരോ ഗ്രേഡുകളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിലനിൽക്കണം. അതിന് ഇതൊക്കെ ഓരോന്നും അതാതിൻ്റെ വ്യവസ്ഥയിൽ മിടുക്കന്മാർ കേമന്മാരായി തീർന്നാലേ, ഓരോന്നും ഓരോ വ്യവസ്ഥയും അതാതിൻ്റെ വ്യവസ്ഥയിൽ കേമന്മാരായി തീർന്നാലേ ഇങ്ങനെ പൂരിപ്പിച്ച് കഴിയാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാമൂഹ്യ വ്യവസ്ഥിതി വർണ്ണം എന്ന സങ്കേതത്തെ ആശ്രയിച്ചത്. വർണ്ണം, ജാതിയല്ല വർണ്ണം. വർണ്ണം വരിക്കുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് വർണ്ണം എന്ന് പറയുന്നത്. എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല, ജനനം കൊണ്ട് വന്നു ചേരുന്നതല്ല വർണ്ണം. വരിക്കുന്നത്, വർണ്ണോതി ഇതി വർണ്ണ, വർണ്ണോതി വർണ്ണ എന്നാണ്. വരിക്കുന്നത് വർണ്ണം, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സെലക്ട് ചെയ്യുന്നത്? എനിക്ക് എന്താണോ പഠിക്കേണ്ടത് അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. എനിക്ക് ഡോക്ടറേറ്റ് നേടണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ചരിത്രം പഠിക്കണം, അല്ലേ? ഇന്നും സെലക്ട് ചെയ്യണം ഓരോരുത്തർ. അല്ലാതെ ആരുടെയും ജന്മത്തിന്റെ സാധനമായിട്ട് വന്നു ചേരുന്നതല്ലോ ഒരാൾക്കും ഈ പറയുന്ന തൊഴിലുകളൊന്നും തന്നെ. സ്വയം സെലക്ട് ചെയ്യുകയാണ്. ഇതേ രീതിയിൽ 4 വിദ്യാസ്ഥാനങ്ങളെ നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിരുന്നു. ലോകത്തിൽ 4 വിദ്യാസ്ഥാനങ്ങളുണ്ട്. നമ്മളിപ്പോ ICC സിലബസ്, CBSE എന്നൊക്കെ പറയുന്ന സിലബസ് വെച്ചിട്ട് നമുക്കിപ്പോൾ അറിയാം പല രീതിയിലുള്ള ഘടന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ. നമ്മുടെ സമൂഹത്തിന് മുമ്പിലാണ് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിദ്യാസ്ഥാനങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിന്റെ മുമ്പിലാണ് ഞങ്ങളാണ് വിദ്യാഭ്യാസം കൊടുത്തത്. സായിപ്പന്മാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം അന്ധതയിൽ കിടന്നേനെയുമായിരുന്നു എന്നൊക്കെ പഠിപ്പിച്ച് വിശ്വസിപ്പിച്ചു. നമ്മളെ ശരിക്കും നമ്മളെ വിശ്വസിപ്പിച്ചു. നമ്മുടെ ഒരു 90കളിലെയും 70കളിലെയും തലമുറ സമ്പൂർണ്ണമായിട്ട് വന്നതിനാണ് വിശ്വസിച്ചിരുന്നത്. സായിപ്പന്മാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഒരു വിദ്യാഭ്യാസവും ഉണ്ടാകുമായിരുന്നില്ല. നിഷ്കളങ്കമായിട്ട് വിശ്വസിച്ചു. പക്ഷെ അവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ നളന്തയും തക്ഷശിലയും പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഏത് കാലത്തുണ്ടായിരുന്നു നോക്കുക. ഇവരൊക്കെ പിള്ളത്തൊട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വലിയ വിശ്വവിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് കിടക്കുകയായിരുന്നു. നളന്തയിലും തക്ഷശിലയിലും ഒക്കെ 1500-ലധികം ഗവേഷകന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കേവലം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നവരല്ല, പല രാജ്യങ്ങളിൽ നിന്ന്, ജർമ്മനിയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ചൈനയിൽ നിന്നും, തായ്വാനിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് ഗവേഷകന്മാർ ഈ നമ്മുടെ പ്രദേശത്ത് വന്ന് ഗവേഷണം ചെയ്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരുടെ ലൈബ്രറി കത്തിച്ചതിനെ കുറിച്ച് വരെ ഇപ്പൊ നമുക്കറിയാം. ഒരു ലൈബ്രറി കത്തിച്ചിട്ട് 3 മാസം കൊണ്ടാണ് കത്തി തീർന്നത്. ഇത്രയും അറിവിന്റെ, വിജ്ഞാനത്തിന്റെ ഖനിയായിരുന്ന ഒരു ഭൂമിക, വൈജ്ഞാനിക സമ്പത്തിന്റെ ഖനിയായിരുന്ന ഒരു ഭൂമിക പേറിയവരോടാണ്, അതിൽ തലയിൽ ചുമന്ന് കിടന്നവരോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന്.
കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കേരളം പിന്നെ മോശമായിരുന്നു. കേരളത്തിലും വാസ്തവത്തിൽ 9 വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു. മഹാവിദ്യാലയങ്ങൾ, വിശ്വവിദ്യാലയങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല തുടങ്ങി 9ഓളം വലിയ വിദ്യാലയങ്ങൾ എല്ലാ വിഷയങ്ങളും അവിടെ പഠിപ്പിച്ചിരുന്നു. അവിടെ കേവലം വേദം മാത്രം പഠിപ്പിക്കുക, ഉപനിഷത്തുകൾ മാത്രം പഠിപ്പിക്കുക, സംസ്കൃത ഭാഷ മാത്രം പഠിപ്പിക്കുക എന്നതായിരുന്നില്ല. അവിടെ തർക്കം പഠിപ്പിച്ചിരുന്നു. അവിടെ സയൻസ്, വൈശേഷികം തുടങ്ങിയ ദർശനങ്ങളിൽ കൂടി കണങ്ങളെക്കുറിച്ച്, തന്മാത്രകളെ കൂടി പഠിപ്പിച്ചിരുന്നു. അവിടെ ന്യായം പഠിപ്പിച്ചിരുന്നു. ലോയാണ് ന്യായം പഠിപ്പിച്ചിരുന്നു. വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. ഇതെല്ലാം പഠിപ്പിക്കുന്ന മേഖലയായിട്ട് നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കാന്തളൂർ അടക്കമുള്ള ശാലയിൽ, കേരളത്തിലെ കാന്തളൂർ ശാലയിൽ അടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിച്ചിട്ടാണ് പോയത്. ഇത്രയും സമ്പന്നമായിരുന്ന ഒരു നാടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വിദ്യ നേടിത്തന്നത് ഞങ്ങളാണെന്ന് സായിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു വന്നത് വിദ്യാകേന്ദ്രങ്ങളെ കുറിച്ചാണ്. 4 വിദ്യാകേന്ദ്രങ്ങൾ എങ്ങനെ വർണ്ണം ഉണ്ടായി എന്ന് പറയുന്ന സങ്കേതത്തിലേക്കാണ്. ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടുകയും ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികമായ വർണ്ണ വ്യവസ്ഥയെ തള്ളിപ്പറയുന്ന ഒരു പ്രവണത വ്യാപകമായിട്ട് നടക്കുന്നു. ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞ്, ജാതിയിലെ ഉച്ചനീചത്വങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികരുടെ ഏറ്റവും ഉദാത്തമായ സാമൂഹിക വ്യവസ്ഥിതി, ഒരു സമൂഹം എങ്ങനെ കൃത്യതയോടുകൂടി ചലിക്കണം എന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിയെ തള്ളിക്കളയിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പ്രവണത വ്യാപകമായിട്ടുണ്ട്. ഇത് വളരെ തമാശ കൂടി നിറഞ്ഞാണ്. ഏതോ ഒരു സന്യാസി ഒരിക്കലും പറഞ്ഞിരുന്നു, എവിടെയോ ഒരു തൃശ്ശൂര് ഒരു ചർച്ച നടക്കുന്നു. നിരീശ്വരവാദികളെല്ലാം കൂടെ ചേർന്നിട്ട് യുക്തിവാദികളുടെ ഒരു ചർച്ചയാണ്. ചാതുർവർണ്ണ്യം, അതായത് മനുസ്മൃതി കത്തിക്കണം, മനുസ്മൃതി കത്തിക്കണമെന്നാണ് ഇവർ ചർച്ച വെക്കുക. അതിനുവേണ്ടി ചർച്ച ചെയ്ത് എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ടുണ്ട് ഇവരുടെ. അപ്പോൾ ഈ സ്വാമിയുടെ കൂടെ ഒരു പണ്ഡിതൻ ഉണ്ട് കൂടെ യാത്രയ്ക്ക് ബസ്സിൽ. അപ്പോൾ അദ്ദേഹത്തോട് ഈ സ്വാമി ചോദിച്ചു, അങ്ങ് മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം സത്യസന്ധത പറഞ്ഞാൽ വായിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇത് മോശമാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഗംഭീരം. അത് മോശമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിമർശനം എന്ന് പറയുന്നത്. പഠനവും നമ്മുടെ വിമർശനവും ഒക്കെ ഇത്രയേ ഉള്ളൂ. അതായത് അതെന്താണെന്ന് പഠിച്ചിട്ടല്ല നമ്മൾ വിമർശിക്കുന്നത്. ഇങ്ങനെയാണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞെങ്കിൽ വിമർശിക്കുക, പഠിച്ചിട്ട് വിമർശിക്കുക. അത് പഠിക്കാത്തതിൻ്റെ കേടാണ് വർണ്ണത്തെ മനസ്സിലാക്കാതെ പോകുകയും അതുവഴി നമ്മളിൽ തന്നെ നമ്മൾ തന്നെ ഹിന്ദുക്കൾ തന്നെ ഈ പറയുന്ന ചാതുർവർണ്ണ്യ സാമൂഹിക വ്യവസ്ഥയെ തള്ളിപ്പറയുന്നതിന് ഇടവന്നതും നമ്മൾ തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ്, ചാതുർവർണ്ണ്യമാണ് ഇവിടെ ഇതുണ്ടാക്കി, തൊട്ടുകൂടായ്മ ഉണ്ടാക്കി. ഇവിടെ ഇതിനൊന്നും യാതൊരു ബന്ധവും ചാതുർവർണ്ണ്യമായിട്ടില്ല. ചാതുർവർണ്ണ്യം വർണ്ണത്തെ ആശ്രയിച്ചാണ്, ജനിക്കുന്നതിനെ ആശ്രയിച്ചല്ല, ജാതിയെ ആശ്രയിച്ചല്ല. ബ്രാഹ്മണന്റെ മകൻ ശൂദ്രനാകും, ശൂദ്രന്റെ മകൻ ബ്രാഹ്മണനുമാകും, ബ്രാഹ്മണന്റെ മകൻ ക്ഷത്രിയനാകും, ക്ഷത്രിയന്റെ മകൻ ബ്രാഹ്മണനാകും. എങ്ങനെ? അത് വിദ്യാസ്ഥാനങ്ങളെ ആശ്രയിച്ച്. 4 വിദ്യാസ്ഥാനങ്ങൾ ഭരണകാലത്തുണ്ടായിരുന്നു. 4 വിദ്യാസ്ഥാനങ്ങൾ. 1 അന്വേഷിക്ക്, 2 ത്രയി, 3 ദണ്ഡനീതി, 4 വാറ. ഇതാണ് 4 വിദ്യാസ്ഥാനം. അന്വേഷിക്ക്, ത്രയി, ദണ്ഡനീതി, വാർത്ത. അന്വേഷിക്കുക എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ പറയുന്ന ബേസിക് പാഠം, 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസിക് പഠനമാണ്, അതെല്ലാവരും പഠിക്കണം. പിന്നെ ഉള്ളത് 3 ഉപരിപഠനങ്ങളാണ്, മാസ്റ്റർ ആകാനുള്ള വിദ്യകൾ. അതായത് ത്രയി, ദണ്ഡനീതി, വാർത്ത. ഇത് ഉപരിപഠനങ്ങളാണ്. അന്വേഷിക്കുക വിദ്യാസ്ഥാനം പഠിക്കും. ഒരു ബ്രാഹ്മണന്റെ പുത്രൻ, ഉദാഹരണം എടുക്കുക, ഒരു ബ്രാഹ്മണന്റെ പുത്രൻ അന്വേഷിക്കുക വിദ്യാസ്ഥാനം പഠിച്ചു കഴിഞ്ഞു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ സെലക്ട് ചെയ്യുന്നത്, അത് വരിക്കുന്നത്, അവൻ സെലക്ട് ചെയ്യുന്നത് അവന് അധ്യാപകനാവണം, ഗുരുവാകണം. അപ്പോൾ അതിന് പഠിക്കേണ്ടത് ഏതാണ്? ത്രയീ വിദ്യ, ത്രയീ വിശാരദ ബ്രാഹ്മണ എന്നാണ്. ത്രയീ വിദ്യയിൽ വിശാരദനാവുന്നവൻ ബ്രാഹ്മണൻ. ത്രയീ വിദ്യയിൽ പഠിക്കേണ്ടത് അറിവിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭാഷ പഠിക്കണം, വേദങ്ങൾ പഠിക്കണം, ദർശനങ്ങൾ പഠിക്കണം,
തുടങ്ങിയ ഭാഷയ്ക്കുള്ള സാഹിത്യം, എല്ലാ മേഖലകളും ഇതെല്ലാം പഠിച്ച് അതിൽ നൈപുണ്യം നേടുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന വർണ്ണമാകുന്നത്. അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കും. ത്രൈവിദ്യയിൽ വിശാരദനാവുന്നവൻ ബ്രാഹ്മണൻ. അതായത് ബ്രാഹ്മണന്റെ മകൻ വെറുതെ ബ്രാഹ്മണനാവുകയല്ല, ത്രൈവിദ്യ പഠിച്ച് അന്വേഷിക്കുക കഴിഞ്ഞ് ത്രൈവിദ്യ പഠിച്ച് അതിൽ മാസ്റ്റർ ആകുമ്പോൾ അവൻ ബ്രാഹ്മണനായി. ബ്രാഹ്മണന്റെ രണ്ടാമത്തെ മകൻ അന്വേഷിക വിദ്യ കഴിഞ്ഞിട്ട് അവൻ സെലക്ട് ചെയ്യുന്നത്, അവൻ ഭരിക്കുന്നത് ദണ്ഡനീതി കോഴ്സാണ്. ദണ്ഡനീതി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പഠനമാണ്, മോഡേൺ IAS പഠനമാണ്. എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ രാജ്യത്ത് ക്ഷേമം ഉണ്ടാക്കണം, എങ്ങനെ പ്രജകളെ രക്ഷിക്കണം, അവരുടെ ആരോഗ്യവും ധനവും ഒക്കെ സമൃദ്ധമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്ന മോഡേൺ IAS കോഴ്സ്. അത് പഠിക്കുന്ന ശാസ്ത്രമാണ് ദണ്ഡനീതി എന്ന് പറയുന്നത്. അന്വേഷിക്കുക കഴിഞ്ഞ് അവൻ ദണ്ഡനീതി പഠിച്ച് അതിൽ നൈപുണ്യം നേടുമ്പോൾ, അതിൽ മാസ്റ്റർ ആകുമ്പോൾ അവൻ ക്ഷത്രിയൻ എന്ന് പറയുന്ന വർണ്ണമാകും. 2 വർണ്ണമായി. മൂന്നാമത്തെ വർണ്ണം വാർത്താവിദ്യയെ ആശ്രയിച്ചാണ്. ഈ ബ്രാഹ്മണന്റെ മൂന്നാമത്തെ പുത്രൻ അന്വേഷിക വിദ്യാസ്ഥാനം കഴിഞ്ഞ് വാർത്താ വിദ്യാസ്ഥാനത്തെ സ്വീകരിക്കുന്നു. വാർത്താ വാണിജ്യത്തിൻ്റെ വിദ്യ, മോഡേൺ MBA കോഴ്സാണ്. അത് പഠിച്ച് അപ്പോൾ എങ്ങനെ രാജ്യം മുഴുവൻ ഒരു പ്രൊഡക്റ്റിനെ രാജ്യം മുഴുവൻ പ്രശസ്തമാക്കണം, പ്രചരിപ്പിക്കണം, കൂടുതൽ എങ്ങനെ ലാഭം നേടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അത് പഠിക്കും. അങ്ങനെ അത് പഠിച്ച് വാർത്താവിദ്യയിൽ നൈപുണ്യം നേടുന്നവരാണ് വൈശ്യൻ എന്ന് പറയുന്ന വർണ്ണം. ഇവരാരും ബ്രാഹ്മണന്റെ മകനായതുകൊണ്ട് ബ്രാഹ്മണനാവുകയല്ല ചെയ്തത്, പഠിച്ചത് കൊണ്ട് വൈശ്യനായി, ക്ഷത്രിയനായി, ബ്രാഹ്മണനായി. ബ്രാഹ്മണന്റെ 4ാമത്തെ പുത്രൻ 4 വിദ്യാസ്ഥാനങ്ങളിലും പഠിക്കാതെ ഉപജീവനാർത്ഥം ചില കൈത്തൊഴിലുകൾക്ക് പോയി. അതായത് അവന് പഠിക്കാൻ താല്പര്യമില്ല. ഇന്നും നമുക്കറിയാവുന്നതല്ലേ അത്. നമ്മുടെ ഗവൺമെൻറ്റുകൾ സൗജന്യമായിട്ട് ഹോസ്റ്റൽ അടക്കം കൊടുക്കുന്നില്ലേ? ഹോസ്റ്റലിൽ ഭക്ഷണം, സൗജന്യമായിട്ട് വിദ്യാഭ്യാസം, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചില കുട്ടികൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിത്തം നിർത്തും. എന്നിട്ട് ഏതൊരു വണ്ടി കഴുകാൻ പോകും, മണൽ വാരാൻ പോകും, വണ്ടിയുടെ ക്ലീനറായിട്ട് പോകും, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണികളായിട്ട് പോകും. ഇത് ഇന്നും നമുക്കറിയാം. ഇതേ സംഗതി വർണ്ണകാലത്തിലും സംഭവിച്ചു. ചില കുട്ടികൾ 4 വിദ്യാസ്ഥാനത്തിലും പഠിക്കാതെ ഉപജീവനാർത്ഥം ചില കൈത്തൊഴിലുകൾക്ക് പോയി. ഇങ്ങനെ പോയവരെയാണ് ശാസ്ത്രം ശൂദ്രൻ എന്ന് പറയുന്നത്. നോക്കുക, ഇവനാണ് ശൂദ്രൻ. ഇനി ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ അത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയത് ആ തെറ്റിദ്ധാരണയുടെ കാര്യം അടിസ്ഥാനമില്ലാന്ന് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ്. ഒരു സ്ഥാപനം, മെക്കാനിക്കൽ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം തുടങ്ങിയാൽ നമ്മൾ ആരെയായിരിക്കും അതിന് റിക്രൂട്ട് ചെയ്യുക? ജോലിക്കാരായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവരെ നമ്മൾ എടുക്കും, അല്ലേ? അല്ലാതെ പഠിക്കാത്തവരാണ് അവിടെ സ്ഥാനത്തെടുത്ത് കയറ്റി വെക്കാൻ പറ്റുമോ? പഠിക്കാതെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതാത് സംഗതികൾ പഠിച്ചവർക്ക് മാത്രമാണ് ഒരു വ്യവസ്ഥയ്ക്കകത്ത് കയറി ജോലി ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് ഇന്നും അത് തന്നെയാണ്. ഡോക്ടറാകാൻ MBBS പഠിച്ചവരെ ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരാളെ അവിടെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. ഇതേ രീതിയിൽ സാമൂഹ്യ വ്യവസ്ഥിതി ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നാണ്. അധ്യാപകനായിരിക്കുക, അത് ബ്രാഹ്മണനിൽ കൂടി നടക്കുന്നു. അധ്യാപകന്റെ വൃത്തി ആ ബ്രാഹ്മണനിൽ കൂടി നടക്കുന്നു. പിന്നെ ഭരണകാര്യങ്ങൾ, ആ കാര്യങ്ങൾ ക്ഷത്രിയനിൽ കൂടി നടക്കുന്നു. അവനാണ് അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്, അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാണിജ്യ കാര്യങ്ങളൊക്കെ വൈശ്യനിൽ കൂടി നടക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ സമഗ്രമായിട്ടുള്ള മുഴുവൻ ഇതിനകത്തൊക്കെ ഇല്ലേ? ഭരണകാര്യം, അധ്യാപനകാര്യം, പിന്നെ വാണിജ്യകാര്യം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ലോകത്തിലുണ്ടോ? നോക്കി, ഇത് മൂന്നേ ഉള്ളൂ. അധ്യാപനം, പഠിക്കല്, പഠിപ്പിക്കല്, പിന്നെയുള്ളത് വാണിജ്യം, പിന്നെയുള്ളത് ഭരണകാര്യം. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പം ഇത് മൂന്നും ചെയ്യുന്നതിനെല്ലാം എക്സ്പേർട്ടുകളായിരിക്കണം. അത് പഠിച്ചവർ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് പഠിക്കാത്തവൻ ഈ വക കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇതൊരു നിയമം വെച്ചു. ഇത് പഠിക്കാത്തവനായി നിൽക്കുന്നത് ശൂദ്രനാണ്. കാരണം അവൻ 4 വിദ്യകൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പ്രത്യക്ഷത്തിൽ ഈ പൊതുസമൂഹത്തിനകത്ത് കയറി ഇടപെടരുത്. ഒരു നിയമമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ അവർക്ക്? ഇതിനകത്ത് സഹായിയായിട്ട് പ്രവർത്തിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ട് ഇവരെ ഒരു സാധനം അങ്ങോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ അവിടെ എടുത്ത് വെക്കുക, ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അതിനപ്പുറത്ത് കയറി ഇടപെടരുത്. ഇനി തീരുന്നില്ല,
ഈ ഇങ്ങനെ ശൂദ്രനായി ഈ തരത്തിൽ ജീവിക്കുന്ന ആളിന് എപ്പോ വേണമെങ്കിലും അന്വേഷിക വിദ്യാസ്ഥാനം പഠിച്ച് ത്രൈവിദ്യ പഠിച്ചാൽ ബ്രാഹ്മണനാകാം. എപ്പോ വേണമെങ്കിലും അന്വേഷിക വിദ്യാസ്ഥാനം കടന്ന് ദണ്ഡനീതി പഠിച്ചാൽ ക്ഷത്രിയനാവാം. എപ്പോൾ വേണമെങ്കിലും അന്വേഷിക വിദ്യാസ്ഥാനം കടന്ന് വാർത്താവിദ്യ പഠിച്ചാൽ വൈശ്യനാവാം, വർണ്ണിയാവാം. മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഇതേ ശൂദ്രന്റെ പുത്രൻ, അവന് 4 പുത്രന്മാരുണ്ടെന്ന് നോക്കുക. അവന്റെ പുത്രൻ അന്വേഷിക വിദ്യ കഴിഞ്ഞ് ത്രൈവിദ്യ പഠിച്ചാൽ അവൻ ബ്രാഹ്മണനാണ്. അവൻ അടുത്തയാള് അന്വേഷിക വിദ്യ കഴിഞ്ഞ് ദണ്ഡനീതി പഠിച്ചാൽ അവൻ ക്ഷത്രിയനാണ്. അന്വേഷിക കടന്ന് വാർത്താവിദ്യ പഠിച്ചാൽ അവൻ വൈശ്യനാണ്. അച്ഛനെ പോലെ തന്നെ 4 വിദ്യയും പഠിച്ചില്ലെങ്കിൽ മാത്രം അവൻ ശൂദ്രനാണ്. അപ്പൊ ഇതൊരു സാമൂഹിക സെറ്റപ്പാണ്. സമൂഹം എങ്ങനെയാണ് കൃത്യതയോടുകൂടി പോകേണ്ടത്? ഈ 3 വർണ്ണങ്ങളും വാസ്തവത്തിൽ 4 വർണ്ണവും, ഈ 4 വർണ്ണങ്ങളും ഏറ്റവും അടിയന്തരമാണ്. ഈ 4 വർണ്ണങ്ങളും ഭദ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ സാമൂഹ്യ വ്യവസ്ഥിതി ഭദ്രമായിരിക്കും. ഇതാണ് പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രായോഗികതയാണ് വാസ്തവത്തിൽ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ ധാർമ്മികതയിൽ കൂടി പഠിപ്പിച്ചതും. ധർമ്മത്തിന്റെ ആചരണങ്ങളിൽ കൂടി, ഈ വക വ്യവസ്ഥകളിൽ കൂടി ഒരു ജീവിത പദ്ധതിയായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഇപ്പോ ഇതൊരു മതവ്യവസ്ഥയല്ല, ഇതൊരു ജീവിത ശൈലിയാണ്. ഹിന്ദുമതം എന്ന് പറയുന്ന, ഹിന്ദുത്വം, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലിവിങ്, ഒരു ജീവിത ശൈലിയാണ്. ജീവിക്കുന്നത് എങ്ങനെയാണ്? ജീവിത ശൈലിയായിട്ടാണ്. അതുകൊണ്ട് അല്ലാതെ സെമിറ്റിക് മതത്തിന്റെ ഒരു സ്ട്രക്ചറും നമ്മളിപ്പോൾ ഒന്നും അവകാശപ്പെടുന്നില്ല. ഇതൊരു ജീവിത ശൈലി. ആ ജീവിത ശൈലിയെ രൂപപ്പെടുത്തുന്നത് പരസ്പര പൂരകത്വത്തോടുകൂടി, ഓരോന്നും അതാതിൽ പെർഫെക്റ്റ് ആയിരുന്നു കൊണ്ട്, ഓരോ വ്യവസ്ഥയിലും ഓരോ വ്യക്തിയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് പൂർണ്ണതയോടുകൂടി എങ്ങനെ ജീവിക്കാം, ആ ജീവിതത്തിന് ആവശ്യമായി നമുക്ക് എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസ്ഥകൾ മുഴുവൻ ആചാര്യന്മാർ പഠിപ്പിച്ചത്. ചിന്തിക്കുക. അതുകൊണ്ട് കേവലം ഒരു സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും ഒതുങ്ങുന്ന ഒരു വ്യവസ്ഥയില്ല. അതുകൊണ്ട് വളരെ വ്യാപകമായി നമ്മുടെ ധർമ്മത്തിന്റെ വ്യവസ്ഥയായിട്ട് ഏതൊക്കെ വന്നു? അതുകൊണ്ട് നിരീശ്വരവാദം വരെ വന്നു, യുക്തിവാദം വന്നു, നാസ്തിക മതം ഇതിന് പ്രബലമായ സാധനമാണ്. ഇതിനകത്തുനിന്നാണ് നാസ്തിക മതങ്ങളായിട്ടുള്ള ചാർവാകവും ജൈനവും ബൗദ്ധവും ഒക്കെ ഉണ്ടായത്. ലോകത്ത് വേറൊരിടത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, വേറൊരു സാമൂഹിക വ്യവസ്ഥയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിന്റെ മതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആയുർവേദം വികസിച്ചത്. ഈ മതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വൈദ്യം, അതുപോലെ സംഗീതം, അതുപോലെ തന്നെ കലകൾ, പിന്നെ ജ്യോതിശാസ്ത്രം, ഭാഷാപഠനം, ഇതെല്ലാം നമുക്ക് ആത്മീയതയുടെ ഭാഗമാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കി തീർക്കാം, ജീവിതത്തെ ഉത്തരോത്തരം എങ്ങനെ കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടിയുള്ളതാക്കി തീർക്കാം, അതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷിവര്യന്മാരുടെ അന്വേഷണം എന്ന് പറയുന്നത്. നാരായണ ഗുരുദേവനെ പോലുള്ളവർ അതുകൊണ്ടാണ് പറയുന്നത്, മതം എന്ന് പറയുന്നത് ബോധത്തെ ഊർധ്വോന്മുഖമാക്കുന്നത് മതം എന്നാണ്. ബോധത്തെ കൂടുതൽ ഉന്നതമാക്കി തീർക്കുന്നത്, അല്ലാതെ അധമമാക്കി വെക്കുന്നതല്ല. ബോധം കൂടുതൽ വിശാലമാവണം. ബോധം ഒരിക്കലും നമ്മളെ നരോടാക്കി കളയരുത്, സങ്കുചിതമാക്കി കളയരുത്. ഏറ്റവും വിശാലമായ ഉന്നതമായ ബോധത്തിന്റെ അവകാശികളാവണം നമ്മൾ. ബോധത്തെ ഊർധ്വോന്മുഖമാക്കി വെക്കുന്നത് മതം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ആ ബോധത്തെ ഊർധ്വോന്മുഖമാക്കുന്നതിന് നമുക്ക് എല്ലാ സങ്കേതങ്ങളും പറഞ്ഞു, ഭാഷയടക്കം. ഭാഷയൊക്കെ അതിനകത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഭാഷയുടെ ഉച്ചാരണം കൊണ്ട് വരെ എങ്ങനെയാണ് ഒരു വ്യക്തി എത്രത്തോളം ക്ഷമതയുള്ളവനാണ്, മിടുക്കനാണ്, സംസ്കാരമുള്ളവനാണെന്ന് നമുക്ക് പഠിക്കേണ്ട വഴികൾ രാമായണത്തിൽ പറയുന്നുണ്ട്. ഹനുമാൻ സ്വാമിയുടെ സംസാരം കേട്ടിട്ടാണ്, നിന്റെ ഗുരുസ്ഥാനം എവിടെയാണ്, നീ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ, വലിയ ആചാര്യന്റെ അടുക്കലാണ് പഠിച്ചിട്ടുള്ളത്, നല്ല മാധുര്യമുള്ള ശബ്ദമാണല്ലോ. ആ സംസ്കാരം മുഴുവൻ വിലയിരുത്തപ്പെട്ടു. അപ്പൊ ഭാഷ അതിനകത്തെ പ്രധാനമാണ്. അവൻ എങ്ങനെ ആചരിക്കുന്നു എന്നത് പ്രധാനമാണ്. അവന്റെ കുലീനമായ വ്യക്തിത്വം. പഴയ ഇതില് കുലീനതയ്ക്ക് വേണ്ടിയിട്ട് വെള്ള വസ്ത്രം വരെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. വൈറ്റ് ഷർട്ട്, വെള്ള ഡ്രസ്സ് തന്നെ ഇടണം. ആ കുലീനതയുടെ ഒരു ലക്ഷണം എന്ന നിലയിൽ നമ്മുടെ പഴയ ആര്യ സംസ്കൃതി പറഞ്ഞതാണ്.
കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടി ഒരാൾ ശ്രേഷ്ഠത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഇങ്ങനെയുള്ളവനായണം, ഇങ്ങനെയുള്ളവനായിരിക്കും എന്ന രീതിയിൽ. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ അല്പമാക്കിയുള്ള ജീവിതം ഗുണകരമായി ഭവിക്കില്ല എന്ന് ആചാര്യന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, അല്പേ സുഖം അസ്തി. ഈ വിശാലമായ ലോകമാണ് സുഖത്തിന്റെ ഇരിപ്പിടം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വിശാലമായ ബോധനിലവാരം. അല്പമാക്കാതെ വലിയതായിട്ടുള്ള ബോധനിലവാരം ആ ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ഞാനിനെ അനുഭവിക്കുകയും ആയിരിക്കുകയും ചെയ്യലാണ് സുഖത്തിന്റെ ഇരിപ്പിടം എന്ന് ഋഷി മനസ്സിലാക്കി. അതുകൊണ്ട് അവർ പറഞ്ഞു, അല്പത്തിന് സുഖമില്ല, മഹത്തിലെ സുഖമുള്ളൂ. ഭൂമാവൈ സുഖം, ചാന്തോക്യോപനിഷത്ത്. ഭൂമാവിലെ സുഖമുള്ളൂ. ഭൂമാ വൈ സുഖം, ഭൂമാവ് തന്നെയാണ് സുഖം. ഭൂമാവെന്ന് പറയുന്നത് ഏറ്റവും വിശാലമായത്, വലിയതായത് ഭൂമാതത്വം. ആ വിശാലതയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇത്ര കിലോ ഉള്ള ഞാനെന്ന് എന്നെ അറിയുക. ഇത്ര കിലോ ഉള്ള ഞാൻ ഇന്ന ഇടത്ത് ഇന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നയാളിൻ്റെ പുത്രനായ ഞാൻ, ഇന്ന ജോലി ചെയ്യുന്ന ഞാൻ. ഇത് അല്പമാണ്. ഇത് വാസ്തവത്തിൽ ചെറുതാണ്, അല്പമാണ്, അല്പത്വമാണ്, അല്പമാണ്, ചെറിയതാണ്. എന്നെ ഞാൻ ചെറിയതാക്കിയതാണ്. എങ്ങനെ എനിക്ക് എന്നെ വലുതാക്കി അത് കാണാൻ കഴിയും? അവിടെയാണ് ആത്മാവ് എന്ന കൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ചത്. നീ ഈ പറയുന്ന നശ്വരമായ ഇത്ര കിലോയുള്ള ഒരു ശരീരമായില്ല നീ. ഇത്ര കിലോയുള്ള ഒരു ശരീരമായിരിക്കുന്ന ഇന്ന പർട്ടിക്കുലർ സമയത്ത് ഇന്ന ഇടത്ത് ജീവിച്ചു വരുന്ന ഒരു ശരീരമല്ല നീ. നീ ഇതിന്റെ ഉടമയായിരിക്കുന്ന ആത്മാവാണ്. ആ കൺസെപ്റ്റ് വന്നപ്പോൾ ഞാൻ വലിയതായി. ശരീരം എന്ന് പറയുന്ന ബൗണ്ടറിക്ക് അപ്പുറമുള്ളതായി, പരിധിക്കപ്പുറത്തുള്ളവനായി ഞാൻ. ആ ആത്മാവ് എന്ന് പറയുന്ന സങ്കല്പത്തില് ഭൂമാവ് എന്ന് പറയുന്ന തത്വത്തെ നമ്മുടെ ആചാര്യന്മാർ ഉറപ്പിച്ചു തന്നു. ആത്മാവ് എന്നതിനെ ഈ ഭൂമാവ് എന്ന് പറയുന്ന ഏറ്റവും വലിയത് എന്ന കൺസെപ്റ്റിലാക്കി നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചു. ഇത് മോഡേൺ സയൻസിലും ഇത് കുറച്ചൊക്കെ മുമ്പിരുന്നു. എങ്ങനെയാണ് ഈ ഭൂമാതത്വം വരുന്നതെന്ന്. അതായത് ഇപ്പം നമുക്കിപ്പോൾ എത്ര ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ സ്വീകരിക്കുന്നതിനും പറ്റില്ല. ശരീരത്തിന് ഉപരിയാണ് എന്നൊക്കെ പറയുമ്പോൾ മോഡേൺ സയൻസിൽ ഈ അണോരണീയാൻ മഹതോ മഹിയാൻ നമ്മുടെ തത്വം അതേ രീതിയിൽ കണ്ട് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നു അണോരണീയാൻ മഹതോ മഹിയാൻ, ഒരേ സമയം ചെറിയതിൽ വെച്ച് ചെറിയതും വലിയതിൽ വെച്ച് വലിയതും. പ്രത്യക്ഷത്തിൽ അത് ഉൾക്കൊള്ളുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, കാരണം അത് സാധ്യമല്ലല്ലോ. പക്ഷെ അത് സയൻസിന് മനസ്സിലായി. സയൻസിന് മനസ്സിലായി എങ്ങനെ? ആദ്യം ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറഞ്ഞ കണങ്ങളെ ആറ്റത്തിൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ആറ്റത്തിൽ നിന്ന്, ആറ്റം എന്ന് പറയുന്ന കണത്തിൽ, ബേസിക് കണത്തിൽ നിന്ന് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന കണങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് വിഘടിപ്പിച്ചിട്ട് കണ്ടെത്തി. പിന്നെയും ഇവന്മാരെ, അതായത് ചെറിയതിനെ പിന്നെയും ചെറിയതാക്കി, ആ ചെറിയതിനെ പിന്നെയും വിഘടിപ്പിച്ചപ്പോൾ, ചെറിയതാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്പരന്ന് പോയി വാസ്തവത്തിൽ സയൻസ് എന്ന് പറയുന്നത്. അത് അവിടെ കണ്ടത് ഇത് ചങ്ങല പോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ചെറിയതിനെ വീണ്ടും വീണ്ടും ചെറിയതാക്കിയപ്പോൾ അതങ്ങ് വലിയതായി തീർന്നു. നോക്കുക, അണോരണീയ മഹതോമുഖിയ. ഈ സ്ഥിതിയാണ് വാസ്തവത്തിൽ ഈ ചെറിയ ശരീരമായിരിക്കുന്ന ഞാൻ ആത്മാവാകുമ്പോഴുള്ളൂ. ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്. ഞാൻ സനാതനമായ സദ്വസ്തുവാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സദ്വസ്തുവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അല്പം എന്നൊരു നിർവചനത്തിനകത്ത് ഒതുങ്ങുന്നില്ല. അത് വിശാലമാണ്, എങ്ങും നിറഞ്ഞതാണ്. അതിൻ്റെതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധത്തിൻ്റെതാണ് ഈ പറയുന്ന നശ്വരമായിരിക്കുന്ന ശരീരം. അതുകൊണ്ട് എണ്ണി എണ്ണി ആചാര്യന്മാർ പറഞ്ഞു, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷേ ഞാൻ അതുകൊണ്ട് കണ്ണല്ല. ഞാൻ കാതുകൊണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ആ കേൾക്കുന്ന കാത് ഞാനല്ല, ഞാൻ കേൾക്കുകയാണ്. അതുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളെയും വെച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു, ഞാൻ ഉടുപ്പ് ധരിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വസ്ത്രമാവില്ല. അതുപോലെ ഞാൻ എന്തിനെയാണോ ഉപയോഗിക്കുന്നത് അത് ഞാനാവില്ല. അതിനുപരി ഉപയോഗിക്കുന്നവനായ ഉടമയുടെ സാക്ഷിഭാവം, ആ ഭാവവസ്തുവാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തിന് ഉപരിയായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന സദ്വസ്തുവാണ്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സദ്വസ്തുവാണ്. ഇത് നമ്മുടെ പഴയ ഋഷിമാരൊക്കെ, പഴയ സിദ്ധന്മാരൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആത്മബോധം ഉന്നതമായിട്ട് പോയിട്ടുണ്ട്, വളരെ ഉന്നതമായിട്ട്.
നമുക്കൊക്കെ ഇപ്പോൾ കോംപ്ലക്സുകാരാണ്, നമ്മളൊക്കെ കൊച്ചു കൊച്ച് ഈഗോകളുമായിട്ട് നടക്കുന്നത്, നമ്മളൊക്കെ വലിയ കോംപ്ലക്സുകാരാണ്. പക്ഷേ ഈ കോംപ്ലക്സിനൊക്കെ അപ്പുറത്ത് കിടന്ന വലിയ പുരുഷന്മാരെ നമുക്ക് സിദ്ധന്മാരിലൊക്കെ കാണും. ഞാനിപ്പോൾ വസിക്കുന്ന ആശ്രമത്തിൻ്റെ കുഷ്മാണ്ഡ സ്വാമി എന്ന് പറയും, അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകനായിരിക്കുന്ന സിദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനം കോമ്പൈ സ്വാമി എന്ന് പറയും. കോമ്പൈ സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, കോമ്പൈ സ്വാമികൾ ചെറിയ എന്തെങ്കിലും ഒരു ചാക്കിൻ്റെ കഷ്ണമൊക്കെ മാത്രം ധരിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ രാജാവ്, നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ ഈ വണ്ടിയിൽ പോകുമ്പോൾ റോഡിൻ്റെ നടുക്ക് തന്നെ കോമ്പൈ സ്വാമി ഇരിപ്പുണ്ട്. കോമ്പൈ സ്വാമി ഇരിക്കുന്ന വണ്ടി വന്നു, കോമ്പൈ സ്വാമിക്ക് അനക്കമില്ല. ഏത് രാജാവാണെങ്കിൽ എനിക്കെന്തെന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്, ആരാണെങ്കിൽ എനിക്കെന്ത്. അപ്പം രാജാവ് എത്ര ഭടന്മാരോട് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ പറഞ്ഞു, വണ്ടി കടന്നു പോകണ്ടേ. ഭടന്മാരൊക്കെ ചെന്ന് ആവുന്ന മണിയൊക്കെ പയറ്റി നോക്കി, അദ്ദേഹം അവിടെ നിന്ന് അനങ്ങിയില്ലേ. അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് പറഞ്ഞു, നമുക്ക് ഇപ്പുറത്തൂടെ മാറി അങ്ങ് പോയേക്കാം. വണ്ടി മാറ്റി റോഡിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ രാജാവ് ഈ കോമ്പൈ സ്വാമിക്ക് വേണ്ടിയിട്ടൊരു സമ്മാനമൊക്കെ വാങ്ങിച്ചു തന്നു. എന്താണ്? കുറച്ച് വസ്ത്രങ്ങളാണ്. കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിച്ച് രാജാവ് തന്നെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഈ കോമ്പൈ സ്വാമിക്ക് കൊണ്ട് സമ്മാനിച്ചു. കോമ്പൈ സ്വാമി അത് സ്വീകരിച്ചിട്ട് അതിൽ ഒരു മുണ്ടെടുത്ത് അങ്ങ് വലിച്ചു കീറി. എന്നിട്ട് അതിന് ഒരു കൗപീനത്തിലുള്ള വസ്ത്രം എടുത്തിട്ട് ബാക്കി രാജാവിൻ്റെ മുഖത്തൊരു ഏറും കൊടുത്തു. ഇതാണ് അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. കാരണം ഞാൻ ജനനവും മരണവും മറ്റ് കിടക്കുന്നവനാണ്, എന്നെ കൊല്ലാൻ ആർക്ക് കഴിയുമെന്ന് നമ്മുടെ ധീരന്മാരായ ഋഷിമാർ ചോദിച്ചത്. കാരണം ഞാൻ ജനിച്ചിട്ടേ ഇല്ല, ഞാൻ പിന്നെ എങ്ങനെ നശിക്കാൻ? നിനക്കൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആത്മബലമാണ് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ ആത്മബലത്തിലേക്കാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ധാർമ്മിക ആചരണങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിത ശൈലിയുടെ ആചരണങ്ങൾ കൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിയേണ്ടത്. ഈ ധാർമ്മികമായ ബലം, ഈ ആത്മീകമായ ബലം, ആത്മബലം. ഈ ആത്മബലം നഷ്ടപ്പെട്ടതാണ് നമ്മൾ കേവലം നമ്മളെ ചെറുതാക്കി കാണാൻ തുടങ്ങിയത്. നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയത്. വാസ്തവത്തിൽ ഇന്ന് കേരളീയ സമാജത്തിൽ ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് പോലും സംശയം. എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാനെങ്കിലും ഉള്ളൊരു ചങ്കൂറ്റം. നമ്മളെ വാസ്തവത്തിൽ നിന്ദിച്ച് അപമാനിച്ച് കൃമിയെ പോലെയല്ലേ വാസ്തവത്തിൽ ഇപ്പൊ ഭരണകൂടങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഡിഗ്നിറ്റിയെ മാനിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം, ഇത് ഹിന്ദുവിൻ്റെ പഴയ സനാതനമായ ആചരണമാണ്, അതിനെ സംരക്ഷിക്കണം, അതിനെ ബഹുമാനിക്കണം എന്നൊരു വാക്കെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഭരണകൂടങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിന് നേരെ ഘടകവിരുദ്ധമായി അതിനെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കാമോ, അതിനെ ഏതൊക്കെ തരത്തിൽ അതിനെ വിലയിടിച്ച് കാണിക്കാമോ അത് മുഴുവനും കാണിക്കുന്നുണ്ട്. മത്സരിക്കുകയാണ് പലരും. ചിന്തിക്കുക. ഈ സാഹചര്യത്തിലും നമുക്കറിയാം, നമ്മുടെ അച്ഛനും അമ്മമാരും നമ്മുടെ മുത്തച്ഛന്മാരും ഒക്കെ കല്ലും മണലും ഒക്കെ ചുമ്മി ഉള്ള വീട്ടിൽ നിൽക്കുന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും തേക്കിൻ്റെയും ഒക്കെ തടികളൊക്കെ മുറിച്ചു കൊടുത്താണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ടുള്ളത്. അതോ പറഞ്ഞ ഭരണകൂടങ്ങൾ വല്ലതും ചെയ്തു തന്നതാണ്? ഒന്നുമല്ല. നമ്മളൊക്കെ മണ്ണും കല്ലും ചുമന്ന് നമ്മുടെ പ്ലാവും ആഞ്ഞിലിയും തേക്കും ഒക്കെ മുറിച്ചാണ് എല്ലാ ക്ഷേത്രങ്ങളും പണിതത്. ആ ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനമുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭരണകൂടങ്ങൾ മുഴുവനും, ഇന്ന് ഭരണകൂടം എന്ന് മാത്രമല്ല, ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റികളായിട്ട് കൂടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ഭരണം ഏറ്റെടുക്കുക, അതിന്റെ കമ്മിറ്റിക്കകത്ത് കയറുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കുക. നിങ്ങളൊക്കെ ആവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത് കേട്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നപ്പോൾ ശശികല ടീച്ചർ പറയുന്ന മതമല്ല കേട്ടോ എന്ന്. അതായത് ശശികല ടീച്ചർ പറയുന്ന മതം അല്ല, അത് വേറെന്തോ സാധനമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ശശികല ടീച്ചറും അതുപോലെ തന്നെ തീവ്രമായ രീതിയിൽ ഹിന്ദുത്വം പറയുന്നവരൊന്നും പറയുന്ന ഒന്നുമല്ല ഹിന്ദുമതം. ഇത് ഈ പറയുന്ന അടിമപ്പണിയൊക്കെ ചെയ്ത് ഞങ്ങൾ അപമാനിച്ചാലും നമസ്കരിച്ച് കാണിക്കുന്ന, രാജ്യത്തിന് വിരുദ്ധമായി പറഞ്ഞാലും ആ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന, ധർമ്മത്തെ ആക്ഷേപിച്ചാലും മൗനമായിരിക്കുന്ന, അതൊക്കെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വികാരമില്ലാത്ത, പ്രതികരണമില്ലാത്ത, ഭീരുത്വം മാത്രം നിറഞ്ഞ ഹിന്ദുക്കളെ സൃഷ്ടിക്കാനാണ് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ നല്ല ശതമാനം ജയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫലമാണ്
നമ്മൾ ഇന്നത്തെ ഈ ദുർഗതികൾ മുഴുവൻ അനുഭവിക്കുന്നത്. അതിനൊക്കെയുള്ള പരിഹാരങ്ങളും നമ്മുടെ ആചാര്യന്മാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ധർമ്മത്തിന്റെ വ്യവസ്ഥയായി നീ സംഘടിതരാവ്, നീ വിദ്യ നേടുക, നീ സംഘടിതനാവുക പറഞ്ഞിട്ടില്ലേ? നല്ല സംഘടിതനായിട്ട് പ്രവർത്തിക്കുക. സംഘടിത സ്വരൂപമായി വന്നാൽ മാത്രമേ വാസ്തവത്തിൽ ഈ ജനാധിപത്യ ഭരണകൂടത്തിൽ, ജനായത്ത ഭരണത്തിൽ സമ്മർദ്ദ ശക്തിക്ക് മാത്രമേ കാര്യങ്ങൾ നേടാൻ കഴിയൂ. നമുക്ക് സമ്മർദ്ദ ശക്തി ആകാൻ കഴിയാഞ്ഞിട്ടാണ്. എല്ലാ ബലവുമുണ്ട്. ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും മജോറിറ്റി ആയിരിക്കുന്ന സമൂഹം നമുക്ക് സമ്മർദ്ദ ശക്തിയാകാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് കേട്? എവിടെയാണ് കേട്? അത് തന്നെ നമ്മൾ സ്വയം മനസ്സിലാക്കുക. നമ്മുടെ ആചരണങ്ങൾക്കോ നമ്മുടെ വ്യവസ്ഥകൾ ഗുരുക്കന്മാർ പഠിപ്പിച്ചു തന്നതിനോ ഒന്നുമല്ല കേട്. നമ്മളെ തിരിച്ചറിയുന്നില്ല, ആത്മബലത്തിലേക്ക് എത്തുന്നില്ല, നമ്മുടെ സ്വരൂപത്തിന്റെ വ്യവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതിന് നമ്മുടെ കുട്ടികളെയൊക്കെ ആ ഒരു ആത്മബലത്തിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാൻ കഴിയണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. ഏതെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ എത്ര കുട്ടികൾ എടുത്തു നോക്കിയാൽ 50 കുട്ടികൾ താഴെയായിരിക്കും ഇരിക്കുക. 50 തന്നെ ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഏതോ നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വൈജ്ഞാനിക സാധനങ്ങളല്ല വേണം എന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാസ്തവത്തിൽ. അതിന് പകരം നമ്മൾ കൊച്ചു കൊച്ചു ഇക്കിളികൾ അല്ലേ, അത് കൊച്ചു കൊച്ചു കഥാരൂപങ്ങളിലുള്ള ഇക്കിളികളാണ് വാസ്തവത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതാണ് മതമെന്ന് അവർ ധരിച്ചിരിക്കുന്നത്. അതിലുപരി നമുക്ക് സാഖ്യം എന്ന് പറയുന്ന വലിയ ദർശനമുണ്ട്. നമുക്ക് വൈശേഷികം എന്ന് പറയുന്ന ഇവരൊക്കെ കരുതുന്നതിനേക്കാളൊക്കെ വളരെ മുമ്പ്, ആധുനിക സയൻസ് ഒക്കെ വളരുന്നതിന് വളരെ മുമ്പ് തന്മാത്രകളെക്കുറിച്ചും കണങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ ബലതന്ത്രം, ബലങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സയൻസ് ഉണ്ടായിരുന്നു. വൈശേഷിക ദർശനത്തിൽ അതാണ് കണവ കൃഷി ചെയ്തത് നമുക്ക് പഠിപ്പിച്ചുകൂടി. പക്ഷേ പഠിപ്പിക്കുന്നതിന് നമ്മൾ ആരും ശ്രമിക്കാതിരുന്നിട്ടല്ല, ഭരണകൂടങ്ങൾ തടസ്സം ചെയ്തിരുന്നു. ദേശത്ത് ഇതുവരെ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾ നമ്മളെ ഈ തരത്തിലുള്ള ആർജവങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവരുത് എന്ന നിഷ്ഠയുള്ളവരായിരുന്നു. ഇതൊന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കാൻ പാടില്ല, നമ്മുടെ വൈശേഷിക ദർശനം പഠിപ്പിക്കാൻ പാടില്ല, ന്യായദർശനം പഠിപ്പിക്കാൻ പാടില്ല, യോഗദർശനം പഠിപ്പിക്കാൻ പാടില്ല, നമ്മുടെ കലകളോ സംഗീതമോ പഠിപ്പിക്കാൻ പാടില്ല, സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ പാടില്ല. ഇത്തരത്തിലൊക്കെ ബോധപൂർവം, നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഇത്. ഞാനിത് പറഞ്ഞെങ്കിലും നമ്മളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പ്രതികരണം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു എങ്കിൽ തന്നെ നമ്മുടെ കുറ്റം കൊണ്ടല്ലത്. നമ്മളെ ഭരണകൂടം അത്തരത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ആ നിർബന്ധിതരാക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരാവണം. അല്ലാതെ നമ്മുടെ ആചരണങ്ങളുടെയോ നമ്മുടെ വ്യവസ്ഥകളുടെയോ ഗുരുക്കന്മാർ പറഞ്ഞു തരാത്തതിൻ്റെ ഒന്നും പ്രശ്നമല്ല. എല്ലാ വ്യവസ്ഥകളും ആധുനികമായ ജീവിതത്തിന്, ഏറ്റവും നവീനമായ ജീവിതത്തിന് ഉപകരിക്കും വണ്ണം തന്നെയാണ് ഭാരതത്തിൻ്റെ ധർമ്മം പറഞ്ഞത്. നമ്മളെ പുറകോട്ടടിപ്പിക്കുന്ന യാതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പഴഞ്ചനാക്കുന്ന, നിർവീര്യമാക്കുന്ന, യൂസ്ലെസ്സുകളാക്കുന്ന യാതൊന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും നവീനമായിട്ട് എങ്ങനെ ജീവിക്കാം, ആധുനികോത്തരൻ ആയിട്ട് എങ്ങനെ ജീവിക്കാം, അതിനുള്ളതേ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനവും. അതുകൊണ്ടാണ് ആ ആധുനികോത്തര സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും വേദങ്ങൾ ഏറ്റവും കൂടുതൽ പാശ്ചാത്യ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉപനിഷത്തുകളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉപനിഷത്തുകളും സാഖ്യവും ദർശനങ്ങളും ഷഡ്ദർശനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. കാരണം അത് ആധുനിക ലോകത്തിന് കൂടി ഉപയുക്തമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാം സമഗ്രമായി പ്രകൃതി വ്യവസ്ഥയെയും സാമാജിക വ്യവസ്ഥയെയും ഒക്കെ ഭദ്രമാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചതാണ് നമ്മുടെ ആധ്യാത്മിക വ്യവസ്ഥ. അതൊരിക്കലും യുക്തിയില്ലാത്തത് യാതൊന്നും പറഞ്ഞിട്ടില്ല. ആധുനികമായ രീതിയിൽ തന്നെ എങ്ങനെ ജീവിക്കാനുള്ളതാണ്, ശ്രേഷ്ഠമായി എങ്ങനെ ജീവിക്കാം എന്നതാണ് പറയുന്നത് എന്നുള്ള ബോധ്യം, ഉറപ്പ് നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയും. അത് ചിദാനന്ദ ഗുരുസ്വാമി എപ്പോഴും പറയും. അതിന് നമ്മൾ ഒരിക്കലും കുട്ടിയെ കൊണ്ട് ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്, നമ്മൾ ചെയ്ത് കാണിക്കണം. നമ്മൾ ആചരണങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനല്ല, നമ്മൾ ചെയ്ത് കാണിക്കണം. നമ്മൾ ചെയ്ത് കാണിക്കുന്നത് നാളെ കുട്ടികൾ പിന്തുടരും. ഇല്ലെങ്കിൽ എന്താണ്, അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്തു, അതിനപ്പുറമില്ല. അച്ഛൻ ഇല്ലാത്തവ ചെയ്യില്ലേ അവിടെ.
അല്ലെ അമ്മ ഇല്ലാത്തപ്പോൾ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആചരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതുകൊണ്ട് ചിദാനന്ദ സ്വാമി ഈ ധർമ്മ സന്ദേശയാത്ര നടന്നപ്പോൾ നിരന്തരം അക്കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. 4 സകാരങ്ങളെ കുറിച്ച് പറഞ്ഞു. സമ്പത്ത്, സംസ്കാരം, പിന്നെ സമ്പത്ത്, സംസ്കാരം, സഹോദരികൾ ഇല്ലില്ല. സമ്പത്ത്, സംസ്കാരം, പിന്നെ 4 ഉണ്ട്. ഒരാൾ ഓർക്കുന്നതെന്ന് പറഞ്ഞു തന്നെ ഞാൻ മറന്നുപോയി. നല്ല സമ്പത്തുണ്ടാവണം, നല്ല സംസ്കാരം ഉണ്ടാവണം. നമ്മുടെ സംസ്കാരം നമ്മുടെ സാംസ്കാരിക രീതിയിൽ ചേർന്ന സംസ്കാരം. പിന്നെ സന്താനം, സംഘടന. ഇതാണ് 4 പറഞ്ഞത്. സന്താനം, അതായത് കുട്ടികളൊക്കെ വളരെ കുറഞ്ഞിരിക്കും നമ്മുടെ സമൂഹത്തിനകത്ത്. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണ്. ഒരു കുട്ടി, ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു കുട്ടി, 2 പേർക്ക് ചേർന്ന് ഒരു കുട്ടി, ഈ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ജനസാന്ദ്രത കുറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ ഹിന്ദു സമാജം എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കണം. സമ്പത്ത് നേടുക എന്നുള്ളത് കുറവാണ്, ആധ്യാത്മികമായി കുറവാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീക്കണം. നന്നായിട്ട് നമ്മൾ സമ്പത്തിനെ നേടണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ സംഘടിതരായിട്ട് നിൽക്കണം. നല്ല സംഘടിത സ്വഭാവമായിട്ട് നിൽക്കണം. കാലം അത് ആവശ്യപ്പെടുന്നു. നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കരുതാതിരിക്കുക. ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. കാരണം ഇന്ന് ലോകം മുഴുവൻ ഇതിനെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കുന്നത്. ലോകത്തിൽ വൈജ്ഞാനികത തേടുന്നവരൊക്കെ, അതായത് വിജ്ഞാനദാഹമുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ധർമ്മവ്യവസ്ഥ, ആരാലും പ്രേരിപ്പിക്കപ്പെടാതെ, പ്രലോഭിക്കപ്പെടാതെ, നമ്മളാരും ഇവർക്കാർക്കും നമ്മൾ വീട് പണിത് കൊടുക്കാമെന്നോ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് നമ്മൾ ഏതെങ്കിലും ആരോടേലും പറയുന്നുണ്ടോ? ഈ വരുന്ന സായിപ്പന്മാരോട് ആരോടേലും പറയുന്നുണ്ടോ? ആരോടും പറയുന്നില്ലേ. ആരോടും ഒരു പ്രലോഭനവും കൊടുക്കാതെ തന്നെ ഇത് പഠിക്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത് ഇതിനകത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ പഠിച്ചവരാവണം, നമ്മൾ ഇതിനെ അറിയുന്നവരാവണം, ആചരിക്കുന്നവരാവണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉയരാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കാൻ ഉള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയേ മതിയാവൂ. എല്ലാ വ്യവസ്ഥകളും ഭദ്രമാക്കുന്ന ഒരു ജീവിത രീതിയാണ് നമ്മുടെ വ്യവസ്ഥ പഠിപ്പിച്ചിട്ടുള്ളത്. ആചാര്യന്മാരൊന്നും പുറകോട്ടടിക്കുന്ന പറഞ്ഞ് തന്നിട്ടില്ല. സമ്പത്തുണ്ടാക്കാനും ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാനും പിന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാനും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതും ഇതിൻ്റെ മോക്ഷം നേടുന്നതിനുള്ള ഒരു രീതി കൂടി അതിനകത്ത്, രീതിശാസ്ത്രം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അവിദ്യ മൃത്യും തീർത്തുക, വിദ്യയാം അമൃതമശ്നത്തെ. അവിദ്യ കൊണ്ട് നീ മൃത്യുവിനെ ജയിച്ച്. അവിദ്യ കൊണ്ട്, അവിദ്യ എന്ന് പറയുന്നത് അപ്പോൾ അറിയില്ലായ്മയല്ല അവിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യ അല്ലാത്തതല്ല. അവിദ്യ എന്ന് പറയുന്നത് എന്തോ ഒരു ശാഖയാണ്. അവിദ്യ കൊണ്ട് നീ മൃത്യുവിനെ ജയിക്കണം. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ച് നീ വിദ്യ നേടി അമരത്വവും നേടണം. നോക്കുക, ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് സാധനത്തിലേക്ക് എത്തിക്കുക. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ച്, അതായത് അവിദ്യ എന്ന് പറയുന്നത് ഭൗതികമായ വിജ്ഞാനത്തിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭൗതികമായ വിജ്ഞാനം, അവിദ്യ, ഭൗതികമായ അറിവ്. ഇതെങ്ങനെ മൃത്യുവിനെ ജയിക്കാൻ പറ്റുന്നത്? ഭൗതികമായ അറിവുകൊണ്ട് എങ്ങനെ മൃത്യുവിനെ ജയിക്കുക? മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുക എന്ന് അർത്ഥമില്ല. മൃത്യുഭീതിക്കപ്പുറം. കാരണം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് നശ്വരമാണ്, ഈ ശരീരം എന്ന് പറഞ്ഞാൽ നശ്വരമാണ്. അത് എല്ലാ ഋഷിക്കും അറിയാം. ഇത് നശ്വരമായതാണ്, ഇത് നശിച്ചു പോകുന്നതാണ്. അല്ല, ഇതിനെ നശിപ്പിക്കാതെ മരിക്കാതിരുത്തുക എന്നുള്ളതല്ല മൃത്യുവിനെ ജയിക്കുക എന്നുള്ളത്. മൃത്യുഭീതിക്കപ്പുറത്ത് കിടക്കണം, മരണഭീതിക്കപ്പുറത്ത് കിടക്കണം. അതിനെന്ത് വേണം? രോഗമില്ലാത്തവരായിട്ടിരിക്കണം. രോഗം തുടങ്ങിയാൽ അപ്പം നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എപ്പം മരിക്കൂ, ഇപ്പം മരിക്കൂ, ഇപ്പം മരിക്കൂ. അപ്പം രോഗഭീതിക്ക് അപ്പുറത്ത് കിടക്കണമെങ്കിൽ രോഗമില്ലാതെയാവണം. അതിനാണ് അപ്പം ശരീരത്തെക്കുറിച്ചുള്ള അറിവ് നേടണം. ഭൗതികമാണ് ശരീരം. ഭൗതികമായ ശരീരത്തെക്കുറിച്ചുള്ള അറിവും ഭൗതികമായ ശരീരത്തിലുണ്ടാകുന്ന കേടുകളെ മാറ്റുന്നതിനുള്ള ഭൗതികമായ ഔഷധത്തെക്കുറിച്ചുള്ള അറിവുമാണ് അവിദ്യ എന്ന് പറയുന്നത്. ആ അവിദ്യ കൊണ്ട് ആ അറിവ് നേടി ഔഷധം സേവിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ടാകാതിരിക്കുന്നു, രോഗമില്ലാത്തവരാകുന്നു. അങ്ങനെ അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിക്കുന്നു. എന്നിട്ടോ അതുകൊണ്ട് രോഗമില്ലാതിരുന്നത് കൊണ്ട് നമുക്ക് ആതിഥ്യം കിട്ടുമെന്ന് പറയുന്നില്ല. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നീ
നല്ല അറിവ് നേടിയിട്ട് അമരത്വം നേടുക. നീ നിന്നെ അമരനാക്കിയെടുക്കുക. ഈ അമരത്വം എന്നുള്ളതാണ് നിസ്സാരമല്ല. നചികേതസിൻ്റെ ഒരു കഥ കഠോപനിഷത്തിൽ പറയുന്നില്ലേ? അവിടെ ഒരു നചികേതാഗ്നി എന്ന് പറയുന്നത്. നചികേതാഗ്നി ഈ അറിവ്, മൃത്യുവിനെ കുറിച്ചുള്ള അറിവ് യമദേവൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഇതറിയുന്ന ആദ്യത്തെ പുരുഷനാണ് നീ. ദേവതകൾ പോലും ഇതറിയുന്നവരല്ല, ഇതറിയുന്ന ആദ്യത്തെ പുരുഷനാണ് നീ. ഈ അഗ്നി, ഇതറിയുന്നതിനുള്ള ഈ കെടാത്ത അഗ്നി, അല്ലയോ നചികേതസേ, നചികേതാഗ്നി എന്നറിയപ്പെടും. ഇത് സനാതനമാണ്. ഇത് നചികേതാഗ്നി. ഈ ജിജ്ഞാസ ആരിലുണ്ടോ ആ ജിജ്ഞാസയുള്ളവനില് ഈ അഗ്നിയെ നചികേതാഗ്നി എന്നറിയപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിച്ചത്? ഈ നചികേതാഗ്നി എന്ന് പറയുന്ന നിത്യതയുടെ സ്വരൂപത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തിച്ചത്? നചികേതസിന്റെ ജീവിതം കൊണ്ട്. അതിന്റെ മാതൃക, അത് നമ്മളെ കുറച്ച് മാതൃകകൾ തരുന്നുണ്ട്. നചികേതസ് എന്ന് പറയുന്ന ആ ബാലൻ നമുക്ക് കുറേ മാതൃകകൾ തരുന്നുണ്ട്. അതായത് ആദ്യം തന്നെ നചികേതസ് നോക്കുമ്പോൾ ബാലനാണ്, കൊട്ടാരത്തിൽ ജനിച്ച ബാലനാണ്, യുവരാജാവേണ്ട ആളാണ്. നചികേതസ് നോക്കുമ്പോൾ രാജാവ് വലിയ ദാനം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പശുക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടതുണ്ട് എല്ലാം ചാവാലി പശുക്കളാണ്, ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് പശുക്കൾ. അപ്പോൾ ഇത് ശരിയല്ലല്ലോ എന്ന് കുട്ടിക്ക് തോന്നി. അതാണ് അവൻ്റെ ആദ്യത്തെ മാതൃക. ഉടൻ തന്നെ അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് ശരിയല്ലല്ലോ, ഈ ചാവാലി പശുക്കളെ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എന്നെ ആർക്കാ കൊടുക്കുന്നത് അച്ഛൻ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു, നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും, മരണത്തിന് കൊടുക്കും. പിന്നെ കാണിക്കുന്നത് മൃത്യുലോകമാണ്, യമലോകത്തിൽ ചെന്നായിരുന്നു. അത് നമുക്കത് മനസ്സിലാക്കേണ്ടത് കേവലം നമ്മൾ പറഞ്ഞു കഥയുടെ സന്ദർഭമായിട്ടല്ല നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. കഥാസന്ദർഭം അല്ലാതെ ആചാര്യന്മാർ പറയുന്നുണ്ട്, സത്യയുഗത്തിനും മറ്റ് യുഗങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം, സത്യയുഗത്തിൽ സങ്കല്പം തന്നെ ഫലത്തെ ഉണ്ടാക്കുമായിരുന്നു എന്നാണ്. കർമ്മം ചെയ്യേണ്ടിയിരുന്നില്ല, വാക്ക് തന്നെ ഫലത്തെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ വാക്കവിടെ പറഞ്ഞു. അപ്പോൾ സത്യയുഗത്തിൽ ഉണ്ടായതാണ് കഠോപനിഷത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. സത്യയുഗത്തിൻ്റെതാണ് കഠോപനിഷത്ത്. അവിടെ വാക്ക് പറഞ്ഞു, വാക്ക് ഫലത്തിലെത്തി. ഈ കുട്ടി യമലോകത്തിലെത്തി. യമലോകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യമദേവൻ അവിടെ ഇല്ല, യാത്ര പോയിരിക്കുക. അപ്പോൾ യമൻ്റെ പത്നിയെ കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ എത്തുകയുള്ളൂ, അതുകൊണ്ട് അങ്ങ് വിശ്രമിക്കുക, കണ്ടിട്ട് പോകാം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുക എന്ന് പറഞ്ഞു. നമ്മളൊക്കെയാണ് സാധാരണ രീതിയിൽ അപ്പം തന്നെ വിശ്രമിക്കാൻ ഏതാ മുറിയിൽ നിന്ന് വന്ന് കേടും, ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കും. ഇതൊക്കെയാണ് നമ്മളൊക്കെ ചെയ്യുക. പക്ഷെ ആ കുട്ടി അവിടെ പറയുന്നത്, എനിക്കിപ്പോൾ വിശ്രമിക്കാനൊന്നും താല്പര്യമില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. കാരണം ഈ പുരുഷൻ വളരെയേറെ ഇച്ഛകളുള്ളവനാണ്, കാമനകളുള്ളവനാണ്. ഈ പുരുഷൻ വളരെയേറെ കാമനകളുള്ളവനാണ്. അതുകൊണ്ട് ഭക്ഷണവും വേണ്ട, വിശ്രമവും വേണ്ട, ഒരു അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഇത് ഒരു ആദർശമാണ്. എന്തുകൊണ്ടാണ്? ഇത് അറിവിൽ നിന്നാണ് ഉണ്ടായത്. അന്നത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? മനസ്സുണ്ടാവുന്നത്. അന്നമാണ് നമ്മളെ വൈകാരികതകളിലേക്ക്, വികാരങ്ങളിലേക്ക് നയിക്കുന്നത്. അന്നത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു എന്നത് ഉപനിഷത്തുകളുടെ വലിയ കണ്ടെത്തൽ. വളരെ പണ്ട് തന്നെ അന്നമാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത്. കഴിക്കുന്ന അന്നത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം മലമായിട്ട് പോകുന്നു, മധ്യമമായിട്ടുള്ളത് മാംസമായി തീരുന്നു. ഏറ്റവും കഴിക്കുന്ന അന്നത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം മുകളിലേക്ക് ഉയർന്ന്, വർണ്ണനെ കൂടി ശ്രദ്ധിക്കുക, എങ്ങനെ തൈര് കടയുമ്പോൾ വെണ്ണ എങ്ങനെയാണോ മുകളിലേക്ക് ഉയരുന്നത് അതുപോലെ മനസ്സായിട്ട് തീരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം മനസ്സായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളോട് മാംസം കഴിക്കേണ്ട. മനസ്സിലായോ? അല്ലാതെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ നരകത്തിലോട്ട് പോകും, സ്വർഗത്തിലോട്ട് പോകില്ല എന്ന രീതിയിലല്ല. ഈ പറയുന്ന വറുത്തതും പൊരിച്ചതും മാംസവും മത്സ്യവും ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വാസനകൾ ഉണ്ടാവും. നീ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവനാവും. കാമത്തിലൊക്കെ അടിമപ്പെട്ട സ്വഭാവത്തിലേക്ക് എത്തും. നീ വലിയ ആർത്തി പണ്ടാരമൊക്കെ ആയിട്ട് മാറും. ഇന്ന് അതുകൊണ്ടല്ലേ നമ്മുടെ പലരും നമ്മൾ വലിയ ഈശ്വരീയരായിട്ടൊക്കെ കാണുന്ന പലരും കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ടല്ലേ സ്ത്രീ വിഷയം, ധന വിഷയം, ഇതൊക്കെ സംഭവിക്കുന്നത്. ഭക്ഷണത്തിന് ശ്രദ്ധയില്ല. അപ്പോൾ ഭക്ഷണം സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ചേ നമ്മൾ ഭക്ഷണത്തെ എടുക്കാവൂ. അതുകൊണ്ട് ഈ ബാലൻ ആ അറിവ് കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കാതെ അവൻ
അത്രയും ദിവസം അവിടെ വെളിയിലിരുന്നു. ഉടൻ പിന്നെ അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യമദേവൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഇങ്ങനെ ബാലനോട് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതൊക്കെ പറഞ്ഞു. അവൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ യമദേവനും വലിയ ഇഷ്ടമായി, സന്തോഷമായി. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി, എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആകെ അറിയേണ്ടത് മരണത്തെക്കുറിച്ചുള്ള രഹസ്യമാണ്, മൃത്യുവിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ചുള്ള രഹസ്യം എനിക്കറിയണം. അതെങ്ങനെയാണ് നാശമടയുന്നത്, അതെവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എനിക്കറിഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്കറിയണ്ട. അപ്പോഴത്തേന് ആകപ്പാടെ യമദേവനും അങ്കലാപ്പിലായി. അയ്യോ മോനെ, ഇത് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ദേവന്മാർക്ക് പോലും അറിയില്ലാത്ത കാര്യം, അതുകൊണ്ട് നീ വിഷമിപ്പിക്കരുത്, വേറെ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ ലോകത്തിൻ്റെ പകുതി വേണേലും ഭൂമിയുടെ പകുതി വേണേലും നിനക്ക് തരാം. നമ്മളൊക്കെ എപ്പോൾ വീണെന്ന് കൂട്ടിയാൽ മതി, ഭൂമിയുടെ പകുതി. ഇവിടെയാണ് ആദർശം എന്ന് പറയുന്നത്. സത്യത്തെ കൃത്യമായും ഗ്രഹിച്ച ഒരു പുരുഷന്റെ ആദർശം എന്ന് പറയുന്നത് അവിടെയാണ് നിൽക്കുന്നത്. അവിടെ അവൻ ധീരമായിട്ട് പറയുന്നു, പുരുഷൻ എന്തിച്ഛിച്ചിട്ടാണോ സഞ്ചരിക്കുന്നത് അത് മാത്രം അവന് മതി, മറ്റ് മാനുഷികമായ വിത്തമൊക്കെ അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് അതൊന്നും വേണ്ട. ഇതൊന്നും എനിക്ക് ആകെ അറിയേണ്ടത് ഈ ആത്മാവിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗതി, മരണത്തിന് ശേഷമുള്ള ഗതിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. നോക്കൂ എത്ര ഗംഭീരമാണ്. ഇവിടെയാണ് അചഞ്ചലമായ മാതൃക എന്ന് പറയുന്നത്. നചികേതസ് നമ്മുടെ യുവത്വത്തിന്റെ വലിയ മാതൃകയാണ്. നമ്മുടെ യുവാക്കൾ മാതൃകയാക്കേണ്ടത് തെറി പറയുന്ന പാട്ടുകാരെ അല്ല എന്ന് ചുരുക്കം. ഇങ്ങനെയുള്ള ആദർശവാന്മാരെ നമ്മുടെ യുവത്വത്തിനകത്ത് ഇത്തരത്തിൽ തന്റെ ജീവിതത്തെ അല്പം പോലും ഗൗനിക്കാം. ഇത് വെച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കാം. ലോകത്തിന്റെ പകുതിയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ചോദിക്കുന്നത് പിന്നെ വേറെ എന്തും തരാം എന്നും കൂടി പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ അതൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും സുരക്ഷിതമാക്കാനുള്ളതല്ല, ഈ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാനുള്ളതല്ല ഞാൻ എന്നുള്ള ബോധ്യത്തോടു കൂടി ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ രഹസ്യം മാത്രം മതി. ഇതാണ് ആദർശം എന്ന് പറയുന്നത്, മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരട്ടെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു ചെറുപ്പക്കാരനെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിൽ ലൗകികമായ അല്പത്വങ്ങളെ നിരാകരിച്ചുകൊണ്ട് ശാശ്വതമായ സനാതനമായ തത്വങ്ങളെ മുറുകെ പിടിക്കുന്ന ആദർശം തൻ്റെ വൈയക്തികമായ ജീവിതത്തിന് നഷ്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഏറ്റെടുത്ത് കാണിക്കട്ടെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ആ അപ്രീഷിയേഷനാണ് യമദേവൻ ആ കുട്ടിക്ക് നൽകിയത്. ഗതിയില്ലാതെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതറിയുന്ന ആദ്യത്തെ പുരുഷനാണ് നീ. നിന്റെ ഈ അഗ്നി, ഈ അറിയാനുള്ള ഈ അഗ്നി നചികേതാഗ്നി എന്നറിയപ്പെടുന്നു. ലോകത്തിൽ എന്നും സനാതനമായി നിൽക്കും. അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ ഉപനിഷത്തുകളിൽ കൂടി നിരന്തരം പറഞ്ഞത്, നാമത്തിൽ കൂടി അവശേഷിപ്പിക്കണം, നാമം കൊണ്ട് അവശേഷിക്കുന്നതിനെ നമ്മൾ നേടിയെടുക്കണം. അല്ലാതെ നമുക്ക് ഇത്ര കിലോ സ്വർണം ഉണ്ടായിരുന്നു, ഇത്ര വലിയ വീടുണ്ടായിരുന്നു, ഇതൊന്നും അധികം കാലം നിൽക്കില്ല, ആരും പറയുകയില്ല. എന്നാൽ നചികേതസ് എല്ലാ കാലത്തും പറയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ത്യാഗത്തിൽ കൂടി ആരാണോ അമരത്വത്തിലെത്തുന്നത് അവരെ എന്നും സ്മരിക്കും. അവർ സനാതനരാണ്, ഒരിക്കലും നശിക്കാത്ത സദ്വസ്തുക്കളാണ്. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത സദ്വസ്തുക്കളായിട്ടാണ് നമുക്ക് തീരേണ്ടത്. അങ്ങനെ ആയി തീരുന്നതിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മം ആചരണ വ്യവസ്ഥകളെ പഠിപ്പിച്ചത്. നല്ല ധാർമ്മികമായ ആചരണം. അങ്ങനെ ഓരോ വ്യവസ്ഥകളെടുത്തു ഓരോന്നും ചിട്ടപ്പെടുത്തി തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ധർമാർത്ഥ കാമങ്ങളുടെ വ്യവസ്ഥ, അതൊരു വ്യവസ്ഥ. പിന്നെ പുരുഷാർത്ഥങ്ങൾ, അല്ല ചതുർ ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നല്ല മിടുക്കനായിട്ടുള്ള ഗൃഹസ്ഥനായി തീരുക, ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിറവേറ്റി ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം നേടി അനുഭവിച്ചതിന് ശേഷം ഇതിനകത്ത് സത്യത്വമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈരാഗ്യത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നീങ്ങുക, വാനപ്രശാസനത്തിലേക്ക് നീങ്ങുക. അങ്ങനെ വാനപ്രശാശ്രമത്തിൽ കടുത്ത്, വൈരാഗ്യം കടുത്ത് നീ സന്യാസാശ്രമത്തിലേക്ക് എത്തുക, മോക്ഷത്തിൻ്റെ പദത്തിലേക്ക് നീങ്ങുക. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് പറഞ്ഞത് നമുക്ക് എല്ലാ വ്യവസ്ഥകളും. അതുകൊണ്ട് തന്നെ ഇതെല്ലാ കാലത്തിലും പ്രസക്തമായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമുള്ളതല്ല, എല്ലാ കാലത്തും. അതുകൊണ്ടാണ് ഇതിനെ സനാതനം എന്ന് പറയുന്നത്. ഇതെല്ലാ കാലത്തും
ഒരു കാലത്തും നശിക്കാത്ത രീതിയിൽ സജീവമായി സക്രിയമായി നിലനിൽക്കുന്ന ജൈവചേതനയാണ്. ആ ജൈവചേതനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സനാതന ധർമ്മത്തെ കാണേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്നും അതിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തുന്നതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ആധ്യാത്മിക സദസ്സിൽ പങ്കെടുത്ത